പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്നു. പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ 39-40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ ഓരോ കുടുംബത്തെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിലെ നിൻ്റെ കയ്യിരിക്കുന്ന എല്ലാ വസ്തുക്കളുടെ പ്രമാണങ്ങൾ കയ്യിലുണ്ടെങ്കിൽ എടുക്കുക, സർട്ടിഫിക്കറ്റുകളുണ്ടെങ്കിൽ എടുക്കുക, എവിടെയും കൊടുക്കാനുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ എടുക്കുക. ദൈവത്തിലെ നീ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ നിൻ്റെ പാസ്പോർട്ടോ വിസയുടെ കോപ്പിയോ എയർ ടിക്കറ്റോ എന്താണ് നിൻ്റെ കയ്യിലുള്ളത്, ഇപ്പോൾ എടുക്കുക. ദൈവത്തിലെ എവിടെയും കൊടുക്കാനുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ അത് എടുക്കുക. കൃപാസന മാതാവിനെ കാണിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ഞാനിപ്പോൾ നിന്നെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, സിവിൽ പോയിൻ്റ് കുറഞ്ഞതിൻ്റെ പേര് ജോലി കിട്ടാത്തവരുണ്ട്, ജപ്തിയാകാൻ പോകുന്നവരുണ്ട്. ആ പത്രങ്ങളെല്ലാം രേഖകളെല്ലാം നിൻ്റെ നാമത്തിൽ ഞാൻ ആശീർവദിക്കാൻ പോവുകയാണ്. കർത്താവ്, രേഖകൾ കയ്യിലില്ല, പക്ഷെ മനസ്സിൽ ആ രേഖ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇപ്പോൾ എടുക്കാൻ പറ്റാത്ത ആ രേഖ എൻ്റെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച് വിഷമിക്കുന്നവരുണ്ട്. കർത്താവെ, ആ രേഖ എവിടെയാണ് ഇരിക്കണത്? അവിടെ നിൻ്റെ തിരുമുറുവാർന്ന് വലത് കരുത്താൻ ആ രേഖയെ സ്പർശിക്കണമേ. മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ പ്രാർത്ഥിക്കുന്നു. അവരെന്താണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട്
അത് നിറവേറാൻ കർത്താവ് അനുവദിക്കട്ടെ. കർത്താവ് ജോലി നഷ്ടപ്പെട്ടു പോരണവരെ, ഉപേക്ഷിച്ച് പോണവരെ, ആ രാജ്യത്ത് ജീവിക്കാൻ പറ്റാതെ പോണവരെ, പരീക്ഷ കൊണ്ട് പരീക്ഷയെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന മക്കളെ, പരീക്ഷയുടെ ഹോൾ ടിക്കറ്റ് കയ്യിലുണ്ടെങ്കിൽ മക്കൾ എടുക്കുക. അല്ലെങ്കിൽ നിങ്ങളത് മനസ്സിൽ ഓർക്കുക. പഠിക്കാൻ പറ്റാത്ത വിഷയങ്ങളുണ്ട്, ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ മക്കൾ കയ്യിലെടുക്കുക. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ നിൻ്റെ എല്ലാ ജീവിത തടസ്സങ്ങളെയും, നീ ആഴ്ച നേരിടാൻ പോകുന്ന മുഴുവൻ ദോഷങ്ങളെ ഈശോനാമത്തിൽ ബന്ധിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവ്വശക്തനും നീക്കുവാമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞില്ലേ, ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റാതെ ഇടം വരുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അത് നമ്മൾ ചെയ്യാനുള്ളതല്ല, അത് ദൈവം ചെയ്യാനുള്ളതാണ്. അതുകൊണ്ട് അമ്മയും വിളിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൽ പോകണമെന്നല്ല ഇന്നലെ പറഞ്ഞത്. ഇനി ഈശോ ഇങ്ങനെയുള്ള എടുത്താൽ പൊങ്ങാത്ത കാര്യം എങ്ങനെ ചെയ്യണമെന്ന് ഈശോ പറയുന്നുണ്ട്. അതാണ് അപ്പനെ കൊണ്ട് ജയിക്കണമെന്ന് ഈശോ പറയണത്. എടുത്താൽ പൊങ്ങാത്ത കാര്യം, അതുപോലെ വലിയ കാര്യങ്ങളില്ലേ, അതെന്ത് ചെയ്യണം? അത് അപ്പനെ കൂടി അതിൻ്റെ അകത്ത് കൂട്ടി ഇറക്കണമെന്ന്. യോഹന്നാൻ 14:10 ഞാൻ പിതാവിലും ഞാൻ പിതാവില് പിതാവ് എന്നിലുമാണെന്ന് നീ വിശ്വസിക്കുന്നില്ലേ? ഞാൻ നിങ്ങളോട് പറയുന്ന വാക്കുകൾ സ്വമേധയാ പറയുന്നതല്ല, പ്രത്യുത എന്നിൽ വസിക്കുന്ന പിതാവ് തന്റെ പ്രവൃത്തികൾ ചെയ്യുകയാണ്. ഇതൊരു ഭയങ്കര രസമുള്ളൊരു ഇക്വേഷനാണ്. അതായത് നമ്മൾക്ക് ഒരു കാര്യം എടുത്താൽ പൊങ്ങാതെ വന്നാൽ നമ്മൾ തന്നെ അതിൻ്റെ അകത്ത് കഷ്ടപ്പെട്ട് എടുക്കണമെന്നല്ല അതിനർത്ഥം. ദൈവത്തെ ആ ലിഫ്റ്റിങ്ങിൽ പങ്കാളിയാക്കണമെന്നാണ്. അപ്പം ചില കാര്യങ്ങൾ മനുഷ്യന് എന്തും ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ ഓർക്കുകയും ഈ ഫ്രാൻസിസ് അസീസിയൊക്കെ ഇല്ലേ, 45 വർഷമേ ജീവിച്ചിട്ടുള്ളൂ. ആ ഫ്രാൻസിസ് സേവിയർ 45 വർഷമേ ജീവിച്ചിട്ടുള്ളൂ. ഈ രണ്ട് കക്ഷികളും അവരുടെയൊക്കെ പേരിൽ എന്തുമാത്രം അത്ഭുതങ്ങളും എന്തുമാത്രം സഭാപ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. അവരാണ് ചെയ്യണത്, അതല്ല. അവരിൽ ക്രിസ്തു വസിച്ചുകൊണ്ട് ക്രിസ്തു ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇതിലെ കുറച്ചൊക്കെ മരിക്കുമ്പോൾ 24 വയസ്സേ ഉള്ളൂ. ഇപ്പം നമ്മൾ കാർലോ അക്വിറ്റസ് ദിവ്യകാരുണ്യത്തിൻ്റെ സ്വന്തം വിശുദ്ധനാണ്. അപ്പം അവരെന്താ ചെയ്തിരുന്നത്? എൻ്റെ ദൈവത്തിലെ ഇങ്ങനെ 60 കൊല്ലമേ 90 കൊല്ലമേ വിശ്വാസിയായി ജീവിക്കണമല്ല. അക്വിറ്റസിനൊക്കെ പോലെയൊക്കെ 15 കൊല്ലം ജീവിച്ചാൽ മതി. അത് അക്വിറ്റസൊക്കെ ഉയർത്തുന്ന ആവേശം എന്ന് പറഞ്ഞാൽ നിസ്സാര ആവേശമല്ല, വെറും 15 കൊല്ലം ജീവിച്ചാൽ മതി. പക്ഷെ ജീവിക്കുമ്പോൾ അത് ഒന്നൊന്നര ജീവിതമായിരിക്കണം. അവരൊക്കെ വിശ്വാസം ഉറക്കണമെങ്കിലേ, എനിക്ക് അക്വിറ്റസിലൊക്കെ വേണ്ട 6ാമത്തെ വയസ്സിൽ തന്നെ വിശ്വാസം ഉറച്ച ആൾക്കാർ. അവരതല്ലേ എല്ലാ നിമിഷവും ഈ ദിവ്യകാരുണ്യത്തിനെ കുറിച്ച് ചിന്തിക്കുകയും ആലോചിക്കുകയും ദിവ്യകാരുണ്യം തലക്കടിക്കുകയും അതനുസരിച്ച് അതിൻ്റെ പുകഴ്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ കൂടെ ജീവിക്കുകയും. അപ്പോൾ എന്താണ്? അവരിലൂടെ കർത്താവ് പ്രവർത്തിക്കുകയും. ഈശോ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എൻ്റെ കൽപ്പന പാലിച്ച് എന്നിൽ വസിക്കുന്ന പോലെ, അല്ലേ? സുഭാഷിതം 13:22. ഉത്തമനായ മനുഷ്യൻ തൻ്റെ അവകാശം തലമുറകളിലേക്ക് കൈമാറുന്നു. ഈ അവർ ജീവിച്ചിരുന്ന കാലത്ത് അവരിലൂടെ ഈശോ എന്താ പറഞ്ഞത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ വസിക്കുന്ന പോലെ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ നിങ്ങളും എൻ്റെ സ്നേഹത്തിൽ വസിക്കും. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണിത്. ഇനി യോഹന്നാൻ 15:7 വായിച്ചേ. നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിക്കാം, നിങ്ങൾക്ക് ലഭിക്കും. അപ്പൊ എന്തും ചോദിക്കാന്നൊരു അർത്ഥം. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാല് 14:10 വരുമ്പോ ഇതെല്ലാം യോഹന്നാൻ 15:10 15:7 പൂർണ്ണമാകണത് 14:10 തോന്നുന്നത്. എന്താ വെച്ചാൽ ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പന പാലിച്ചു. ഇത് ഉടമ്പടിയാണ് ഈ പറഞ്ഞ കേട്ടോ. ഉടമ്പടി അതല്ലേ? പിതാവിൻ്റെ കൽപ്പന പാലിച്ച് പുത്രൻ ജീവിക്കുന്നു, പുത്രൻ്റെ കൽപ്പന പാലിച്ച് സഭ ജീവിക്കുന്നു, അതല്ലേ ഉടമ്പടി. അപ്പം ആ ഉടമ്പടിയിൽ എന്താ? ആ ഉടമ്പടിയുടെ റിസൾട്ട് എന്താണ്? ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാണെന്ന് നീ വിശ്വസിക്കുന്നില്ലേ? ഞാൻ നിങ്ങളോട് പറയുന്ന വാക്കുകൾ സ്വമേധയാ പറയുന്നതല്ല, പ്രത്യുത എന്നിൽ വസിക്കുന്ന പിതാവ് തന്റെ പ്രവൃത്തികൾ ചെയ്യുകയാണ്. അത് വലിയ പ്രവൃത്തികളാണത്. അപ്പം നമ്മളെങ്ങനെ ചെയ്യും? നമ്മൾ എന്താ ചെയ്യുക എന്ന് പറഞ്ഞിട്ടല്ല,
നമ്മൾ ചെയ്യേണ്ട കാര്യം പോലും ഇല്ല. എന്താ കാര്യം? ഈശോ അതിൻ്റെ രീതി അനുസരിച്ച് നമ്മൾ ഉടമ്പടിയിൽ പെർഫെക്റ്റായി കഴിയുമ്പോൾ ദൈവം നമ്മൾ വസിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പ്രവർത്തികൾ ചെയ്യും, ദൈവത്തിൻ്റെ റേഞ്ചിൽ ചെയ്യും. അപ്പം അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാ പ്രവർത്തനങ്ങൾക്കും ഒരു ലിഫ്റ്റിംഗ് ഉണ്ട്. നമ്മൾ ഉടമ്പടി സത്യസന്ധരാണ് ദൈവത്തിന് തോന്നിയാൽ ദൈവം തന്നെയായിരിക്കും നമുക്ക് വേണ്ടി ചെയ്യണത്, ചെയ്തിട്ട് അത് നമ്മുടെ അക്കൗണ്ടിലാക്കി തരും. അങ്ങനെയാണ് നമ്മൾ വലിയ വലിയ കാര്യങ്ങളിലേക്ക് ദൈവത്തിന് വേണ്ടി ഇവിടെ പൂർത്തിയാക്കുന്നത്. അപ്പോൾ നിങ്ങൾ വലിയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കണേ. എൻ്റെ പേര് ശാലിനി. ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് വരുന്നത്. ആദ്യമായിട്ട് അമ്മ മാതാവിനോടും ഈശോയോടും ഈ കൃപാസനം എന്ന ഈ പുണ്യഭൂമിയിൽ, ഈ മണ്ണിൽ ഞങ്ങളെ ചവിട്ടാൻ അനുവദിച്ചതിന് ഈശോയോടും അമ്മ മാതാവിനോടും കോടാനുകോടി നന്ദി പറയുന്നു. പാപികളായ ഞങ്ങളെ ഈ മണ്ണിലേക്ക് ചവിട്ടാൻ അനുവദിച്ചതിന് ഈശോയോട് ഒത്തിരി നന്ദി പറയുന്നു. ഞങ്ങൾ തിരുവനന്തപുരം ജില്ലയിലാണ്. എൻ്റെ പേര് ശാലിനി. ഞാനൊരു ഹിന്ദു മതവിശ്വാസിയാണ്. ഞാനിവിടെ ജൂലൈ 5, 2022 ഞാൻ ഉടമ്പടി എടുക്കാനായിട്ട് വന്നത്. ഉടമ്പടി എടുക്കാനുണ്ടായ കാര്യങ്ങൾ ഇങ്ങനെയാണ്. കഴിഞ്ഞ 9 മാസങ്ങൾക്ക് മുമ്പ് ഞാൻ കൊറോണയുടെ കോവിഡ് വാക്സിൻ എടുക്കുന്ന സമയമായിരുന്നു. അപ്പോഴേ സെക്കൻഡ് വാക്സിൻ എടുക്കാനായിട്ട് ഞാൻ പോയി. അവിടെ ചെന്ന് സെക്കൻഡ് വാക്സിൻ എടുത്തിട്ട് വന്നപ്പോൾ സാധാരണ പോലെ പനിയും തളർച്ചയും എല്ലാം എനിക്കുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ കഴുത്ത് വേദനയും ഉണ്ടായിരുന്നു. അതങ്ങനെ ഇരിക്കെ പാരസെറ്റമോൾ ഗുളികയും എല്ലാം കഴിച്ചു, എന്നിട്ട് ഒരു കുറവുമില്ല. ഡോക്ടറെ കാണിച്ചു, പറഞ്ഞു 2 ആഴ്ചക്കകം മാറും, ഇത് കൊറോണയുടെ വാക്സിൻ്റെ ഇതുകൊണ്ടുള്ളതാണ്, അത് മാറിക്കോളും, 2 ആഴ്ച റെസ്റ്റ് എടുത്താൽ മതി, മാറിക്കോളും എന്ന് പറഞ്ഞു. 2 ആഴ്ചയായിട്ടും ഒരു കുറവും ഇല്ലായിരുന്നു. വീണ്ടും ആശുപത്രിയിൽ പോയി. കഴുത്ത് വല്ലാത്ത വേദനയും കൈ രണ്ടും എടുക്കാനൊക്കാത്ത വിധം വേദനയായിട്ട് മാറി. അങ്ങനെ ഡോക്ടർ പറഞ്ഞ് എക്സ്റേ എടുത്ത് നോക്കാം എന്ന് പറഞ്ഞ് എക്സ്റേ എടുത്ത് നോക്കി. അതിലൊന്നും കാണുന്നില്ല, ഒന്നും തെളിയുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും ഡോക്ടറെ കാണിച്ചു. 2 ആഴ്ച ഗുളിക തന്നു. ആ ഗുളിക കഴിച്ചിട്ടൊന്നും ഒരു കുറവുമില്ല. അപ്പോൾ പറഞ്ഞു MRI സ്കാനിങ് എടുത്ത് നോക്കാം, MRI എടുത്ത് നോക്കാം, അപ്പോഴറിയാം എന്താണ് കാര്യമെന്ന് അറിയാമെന്ന് പറഞ്ഞു. MRI എടുത്തോ പറഞ്ഞു നിങ്ങളുടെ ഡിസ്ക് തള്ളി നിൽക്കുകയാണ്, 2 ഡിസ്കുകൾ പ്രശ്നമാണ് എന്ന് പറഞ്ഞു. സെർവിക്കൽ സ്പോണ്ടിലോസിസ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് ഗുളിക കഴിച്ചാൽ മതി, അതിൽ കൂടെ എക്സസൈസൊക്കെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു, അത് മാറും എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ചെയ്തു, മാസങ്ങൾ ചെയ്തു. 1 മാസം ചെയ്തു, കുറയുന്നില്ല. എല്ലാ മരുന്നുകളും കഴിക്കുന്നുണ്ട്, കുറയുന്നില്ല. ആശുപത്രികൾ ഓരോന്നായിട്ട് മാറി ചികിത്സിക്കാൻ തുടങ്ങി. ജനറൽ ആശുപത്രിയിൽ പോയി, അവിടെയും ചികിത്സിച്ചു, അവിടെയും ഒരു കുറവും കാണുന്നില്ല. അങ്ങനെ വീണ്ടും ഫിസിയോതെറാപ്പി ചെയ്യാൻ പറഞ്ഞു, അത് ചെയ്തു, അതിലും ഒരു കുറവില്ല. പിന്നെ പറഞ്ഞു ആയുർവേദം ചികിത്സ നോക്കാം എന്ന് പറഞ്ഞ് ആയുർവേദത്തിലോട്ട് പോയി, അതിലും ഒരു കുറവുമില്ല. അങ്ങനെ അവസാനം മെഡിക്കൽ കോളേജിലേക്ക് വിടേണ്ട അവസ്ഥയിലെത്തി. 5 മാസങ്ങൾ വരെ ആയപ്പോൾ മെഡിക്കൽ കോളേജിൽ എത്തി. അവിടെ എത്തിയപ്പോൾ ഈ അസുഖം വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് എനിക്ക് രാത്രി കാലങ്ങളിൽ 12 മണി 11 മണിയൊക്കെ ആകുമ്പോൾ ഞാൻ ഞെട്ടി ഉണരും. പേടി സ്വപ്നം കണ്ട് ഞാൻ ഞെട്ടി ഉണരും, എനിക്ക് ഉറക്കമില്ല. അങ്ങനെ ആ ഒരു ദിവസം ആ കണ്ടതിന് ശേഷം എനിക്ക് പിന്നെ ഒരു ദിവസം ഉറക്കമില്ല. രാത്രി ആയാലും പകലായാലും എനിക്ക് കണ്ണടയ്ക്കാനൊക്കത്തില്ല. ഇരുന്ന് കണ്ണടച്ചാലും കിടന്ന് കണ്ണടച്ചാലും എനിക്ക് ഉറങ്ങാൻ പറ്റില്ല, ഞെട്ടി ഉണരും. പടപടാന്നുള്ള നെഞ്ചിടിപ്പാണ് എനിക്ക്. ഇത് കാരണം ഇതെനിക്ക് ആരോട് പറയാൻ വയ്യ. ഈ വേദനയേക്കാൾ കൂടുതൽ ഞാൻ അനുഭവിച്ചത് ഈ ദുഃഖമാണ്. അതെനിക്ക് വളരെയധികം കഷ്ടപ്പാടായിരുന്നു. എനിക്ക് ചാരി ഇരുന്ന് പോലും ഞാൻ കണ്ണടച്ച് കഴിഞ്ഞാൽ എനിക്ക് ഞെട്ടി വിറയ്ക്കും, എനിക്ക് പടപടാ നെഞ്ചെടുപ്പും. ഡോക്ടർ അത് പറഞ്ഞു. ഡോക്ടറോട് പറഞ്ഞപ്പോൾ പറഞ്ഞത് ഉറങ്ങാനുള്ള ഗുളിക തരാം എന്ന് പറഞ്ഞു. ഉറക്ക ഗുളിക തന്ന് അത് കഴിച്ചിട്ടാണ് ഞാൻ ഉറങ്ങിക്കൊണ്ടിരുന്നത്. ഒരു ദിവസം അത് കഴിച്ചില്ലെങ്കിൽ എനിക്ക് ഉറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായിരുന്നു. ഈ അസുഖത്തോടൊപ്പം തന്നെ ഇതും ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ മനസ്സാകെ തളർന്നിരിക്കുമ്പോഴാണ് ഞങ്ങളെ അടുത്തുള്ള ഒരു ചേച്ചി, അവരും ഹിന്ദു മതത്തിൽ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചേച്ചിയാണ്. അവർ നമ്മൾ പള്ളിയിലെല്ലാം പോവുകയും കുർബാനയെല്ലാം പോവുകയും ചെയ്യുന്ന ആളാണ്. അവർ വന്ന് പറഞ്ഞു, അച്ഛൻ്റെ ധ്യാനങ്ങളൊക്കെ ഞാൻ അയച്ചു തരാം, നീ അതെല്ലാം കാണണം, ആ മെസ്സേജുകളെല്ലാം കേൾക്കണം, സാക്ഷ്യങ്ങളൊക്കെ കേൾക്കണം എന്ന് പറഞ്ഞു. അവരയച്ചു തന്ന് ഞാൻ അതൊക്കെ കാണുമായിരുന്നു. അങ്ങനെ ഞാൻ യൂട്യൂബിലൂടെ അച്ഛൻ്റെ ധ്യാനങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് കൃപാസനത്തിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ കാണുന്നതും കൃപാസനത്തെക്കുറിച്ച് അറിയുന്നതും സാക്ഷ്യം കാണുന്നതും. അങ്ങനെ ഒരു സാക്ഷ്യം കണ്ടു, 2 എണ്ണം കണ്ടു. അങ്ങനെ സ്ഥിരമായി ഞാൻ ഈ സാക്ഷ്യം കാണാൻ തുടങ്ങി. അപ്പോഴേ എൻ്റെ മനസ്സിൽ അതിയായ ആഗ്രഹമാണ്, എനിക്ക് അമ്മ മാതാവിൻ്റെ അടുത്ത് വരണം, ഈശോയുടെ അടുത്ത് വരണമെന്ന് വളരെ ആഗ്രഹം തോന്നി. എനിക്ക് ഒന്നിലും ഒരു കുറവുമില്ല. എല്ലാ ചികിത്സാ രീതികളും നമ്മൾ ചെയ്തു, നമുക്കൊരു കുറവുമില്ല. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് അമ്മ മാതാവിൻ്റെ അടുത്ത് പോകണം, ഈ പുണ്യഭൂമിയിൽ എനിക്ക് വരണമെന്ന് പറഞ്ഞു. അങ്ങനെ കഴിഞ്ഞ ജൂലൈ 5-ാം തീയതി ഞങ്ങളിവിടെ വന്നു, ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തപ്പോൾ തന്നെ
എൻ്റെ ഭർത്താവ് പറഞ്ഞു എല്ലാം മാറ്റിത്തരും, അമ്മ മാതാവ് മാറ്റിത്തരും, ഉടമ്പടി കാലാവധി 90 ദിവസം തീരുന്നതിന് മുമ്പ് തന്നെ നിനക്ക് ഇതിനെല്ലാം മാറ്റിത്തരും, അമ്മ മാതാവ് മാറ്റും എന്ന് പറഞ്ഞു. ഞാൻ അത് വിശ്വസിച്ചു. അമ്മ മാതാവിനെ പ്രാർത്ഥിച്ചു. ഞാൻ ഇപ്പോഴും അമ്മ മാതാവിൻ്റെ ഈശോയുടെ മുമ്പിൽ നിൽക്കുവാനുള്ള യോഗ്യത എനിക്കില്ല, അവിടുത്തെ ആലയത്തിൻ്റെ പുറത്ത് നിൽക്കുവാനുള്ള യോഗ്യത പോലും എനിക്കില്ലെന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ഞാൻ പറയുന്നു. ഇന്ന് ഈ ആൾത്താരയിൽ എന്നെ കയറ്റി നിർത്തിയ അമ്മ മാതാവിന് ഈശോയ്ക്ക് ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് പറയുന്നു. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തുകൊണ്ട് ഞാൻ വരുമ്പോഴേ എനിക്ക് ഒന്നും അറിയത്തില്ല, എനിക്ക് ഒരു കാര്യങ്ങളും എനിക്കറിയത്തില്ല, ബൈബിൾ വായിക്കാൻ അറിയാമെന്നുള്ളതല്ലാതെ എനിക്കൊന്നും അറിയത്തില്ല. ഇവിടെ വന്നു ഉടമ്പടി എടുത്ത് അവിടെ ചെന്നപ്പോൾ എനിക്ക് അവിടെ നിന്ന് കിട്ടിയത് മാതാവിൻ്റെ രൂപമായിരുന്നു. അപ്പോൾ എനിക്കറിയില്ല. സിസ്റ്റർ ചോദിച്ചു എന്താ കിട്ടിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു മാതാവാണ് കിട്ടിയത്. അപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് എനിക്ക് മാതാവിൻ്റെ ആ തിരുരൂപമാണ് എൻ്റെ കയ്യിൽ തന്നെ. അന്ന് മുതൽ ഞാൻ ഉറച്ച് വിശ്വസിച്ചു എൻ്റെ കൂടെ മാതാവ് എൻ്റെ കൂടെ വരുന്നുണ്ട്. ഞാൻ ഒത്തിരി പ്രാർത്ഥന, ഞങ്ങളെ വിശ്വാസത്തിലുള്ള ഒരുപാട് പ്രാർത്ഥനകൾ നേർച്ചകൾ എല്ലാം ചെയ്ത എൻ്റെ ഈ അസുഖം മാറണമെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒരു ഫലവും കിട്ടിയില്ല. ഇവിടെ വന്ന് എൻ്റെ അമ്മ മാതാവിൻ്റെ രൂപം എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ ഞാൻ ഉറച്ച് വിശ്വസിച്ചു എൻ്റെ കൂടെ അമ്മയുണ്ട്. അമ്മ ഈശോയും ജാതിയും മതവും നോക്കുന്നില്ല. ഏത് മതത്തിലുള്ളവരായാലും അമ്മയെ ഈശോയെ നെഞ്ചു പൊട്ടി വിളിച്ചാൽ അവർ വിളി കേൾക്കുന്നുണ്ടെന്ന് എനിക്ക് ഉറച്ച് ബോധ്യപ്പെട്ടു. ഞാൻ അമ്മ മാതാവിൻ്റെ തിരുരൂപം കൊണ്ട് ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്തു. എല്ലാം കഴിഞ്ഞു. അപ്പോൾ പറഞ്ഞു ഉടമ്പടി പ്രാർത്ഥിക്കണം, ബൈബിള് വായിക്കണം, പത്രം വിതരണം ചെയ്യണം, ഇതെല്ലാം പറഞ്ഞു. അതുപോലെ അതനുസരിച്ച് ഞാൻ അതെല്ലാം ചെയ്തു. അങ്ങനെ ഓരോ മാസവും ധ്യാനത്തിന് വരണമെന്ന് പറഞ്ഞു. ഇവിടെ വരുമ്പോഴൊന്നും ധ്യാനം കൂടാൻ എനിക്ക് സാധിച്ചില്ല. പക്ഷേ ഓൺലൈനായിട്ട് ഞാൻ അവിടെ ഇരുന്ന് ധ്യാനം കൂടുന്നുണ്ടായിരുന്നു. അച്ഛൻ്റെ പ്രാർത്ഥനകളെല്ലാം പങ്കെടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ മെഡിക്കൽ കോളേജിൽ ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുക. ഞാൻ അമ്മ മാതാവിൻ്റെ ഈ കാശ് രൂപം കൊണ്ടാണ് ഞാൻ ഡോക്ടറെ അടുത്ത് പോകുന്നത്. അപ്പോൾ പറഞ്ഞത് ചികിത്സ 1 മാസം വരെ 2 മാസം വരെ ഗുളിക കഴിക്കാം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു നമുക്ക് കോളറിട്ട് നോക്കാം, കോളറിട്ട് ഇത് ശരിയാവും എന്ന് പറഞ്ഞു. കോളർ തന്നു. ഞാനിവിടെ വരുമ്പോഴെല്ലാം ആ കോളർ ഇട്ടുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു കോളർ ഇട്ടിട്ടും കുറവില്ലല്ലോ, നമുക്ക് ഇനി സർജറി ചെയ്യാമെന്നുള്ളതേ ഒരു വഴിയുള്ളൂ എന്ന് പറഞ്ഞു. അന്നേരം ഞാൻ അമ്മ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു മാതാവേ എനിക്ക് സർജറി ചെയ്യാനൊന്നും വയ്യ, എന്നെ ഈ സർജറിയിൽ എന്നെ അകപ്പെടുത്തരുതേ, എന്നെ രക്ഷിക്കണമേ എന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ ആ 90 ദിവസം തികയുന്നതിന് മുമ്പ് തന്നെ 3-ാമത്തെ പ്രാവശ്യം ഞാനിവിടെ വന്ന് ധ്യാനം കൂടാമെന്ന് പറഞ്ഞ് വന്നതാണ്. പക്ഷെ ധ്യാനം ഇല്ലായിരുന്നു. വന്നപ്പോൾ തന്നെ ഞാൻ വന്ന് പ്രാർത്ഥന കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ മാതാവേ കോളർ ഞാൻ ഇനി ഉപയോഗിക്കുന്നില്ല, ഈ കോളർ ഇനി ഇടാൻ എന്നെ അനുവദിക്കരുതേ, ഞാൻ ഇന്ന് തൊട്ട് ഈ കോളർ ഉപേക്ഷിക്കുകയാണ്, എന്നെ രക്ഷിക്കണമേ എന്ന് ഞാൻ അമ്മ മാതാവിനോട് പറഞ്ഞു. ഞാൻ ഇവിടെ വെച്ച് ഈ നടയെ വെച്ച് തന്നെ ആ കോളർ ഉരുവിയിട്ടാണ് ഞാൻ വീട്ടിലേക്ക് പോകുന്നത്. അന്ന് മുതൽ എനിക്ക് എൻ്റെ ആ അസുഖം, എനിക്ക് വേദനകൾ മാറി. എൻ്റെ 2 കൈയും എടുക്കാനൊക്കില്ലായിരുന്നു. എനിക്ക് വീട്ടിലെ ഒരു ജോലികളും ഞാൻ ചെയ്തിരുന്നില്ല. എൻ്റെ ഭർത്താവാണ് എല്ലാ ജോലികളും ചെയ്തിരുന്നത്. എൻ്റെ കുഞ്ഞുങ്ങൾ എനിക്ക് 2 പേരാണ്, അവരെ കാര്യങ്ങൾ നോക്കുന്നതും ഞാൻ ഇട്ടേക്കുന്ന ഡ്രസ്സ് വരെയും കഴുകിയിടുന്ന എൻ്റെ ഭർത്താവാണ്. അന്നൊക്കെ എനിക്ക് ഭയങ്കര വിഷമമാണ്. അദ്ദേഹം കൂലിപ്പണിക്കാരനാണ്. ആ പണി ചെയ്തിട്ട് വന്നിട്ടാണ് എൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്, എൻ്റെ മക്കളെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. അപ്പോൾ ഞാൻ അമ്മ മാതാവിനോട് ഇത്രയും പറഞ്ഞു മാതാവേ എനിക്ക് ആളിനെ ബുദ്ധിമുട്ടിക്കാതെ എൻ്റെ കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവും ശക്തി എനിക്ക് തരണേ, എൻ്റെ ഡ്രസ്സ് നനയ്ക്കാനും എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കാനും എൻ്റെ ഭർത്താവിൻ്റെ കാര്യം നോക്കാനുമുള്ള ശക്തി ഈശോയെ നീ എനിക്ക് തരണേന്ന് ഞാൻ എന്നും നെഞ്ചുരുക്കി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് പോയതിൻ്റെ അന്ന് തന്നെ 3-ാമത്തെ പ്രാവശ്യം ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയതിൻ്റെ അന്ന് തൊട്ട് എനിക്ക് വേദനകളില്ല. എനിക്ക് ഓരോ ജോലികൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ ഇട്ടേക്കുന്ന തുണികൾ ഞാൻ നനച്ചു. എൻ്റെ കുഞ്ഞുങ്ങളെ കാര്യങ്ങൾ നോക്കാൻ എനിക്ക് കഴിഞ്ഞു. വീട്ടിലെ പണികൾ ചെയ്യാൻ എനിക്ക് പറ്റി. അപ്പം ഞാൻ ഓർത്ത് അമ്മ മാതാവ് എനിക്ക് വേദനകളെല്ലാം മാറിയോ. പിറ്റേ ദിവസം മുതൽ എനിക്ക് വേദനയില്ല. ഞാൻ എൻ്റെ വീട്ടിലെ ജോലികളെല്ലാം ചെയ്യുന്നു. എൻ്റെ അമ്മ മാതാവ് എന്നെ സുഖപ്പെടുത്തി. ഞാൻ ഉറച്ച് വിശ്വസിച്ചതുപോലെ എൻ്റെ ഉടമ്പടി കാലാവധി തീരുന്നതിന് മുമ്പ് എൻ്റെ മാതാവ് എന്നെ സുഖപ്പെടുത്തുമെന്ന് ഞാൻ ഉറച്ച് വിശ്വസിച്ചിരുന്നു. അതുപോലെ തന്നെ എനിക്കത് സുഖപ്പെട്ടു. അതുപോലെ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് എനിക്ക് ഞാൻ ഉറക്കത്തിൽ ഞെട്ടി ഉണരുന്ന ആ സ്വപ്നം കാണുന്നത് മാറി. ഞാൻ അമ്മ മാതാവിൻ്റെ എനിക്ക് ജപമാല പ്രാർത്ഥന ഒന്നും എനിക്കറിയത്തില്ല. ഞാൻ എന്നിട്ട് ഒരു ജപമാല ബുക്ക് വാങ്ങിച്ചു. അത് നോക്കിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. എനിക്കറിയില്ല, ഇന്നും എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയില്ല. എനിക്കറിയുന്നുള്ളതുപോലെയാണ് ഞാൻ പ്രാർത്ഥിക്കണേ. അതുപോലെ ഞാൻ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങിയതിൻ്റെ അന്ന് മുതൽ ഞാൻ ആ ജപമാല കയ്യിൽ വെച്ചിട്ടാണ് കിടന്ന് ഉറങ്ങുന്നത്. അന്ന് മുതൽ എനിക്ക് കണ്ണടയ്ക്കുമ്പോൾ എൻ്റെ നെഞ്ചിൻ്റെ അകത്ത് പടപടപ്പ്, പടപടാന്നുള്ള ഇടിയില്ല, കണ്ണ് ഞെട്ടി ഉണരക്കുമില്ല. അതെല്ലാം എൻ്റെ അമ്മ മാതാവ് മാറ്റി തന്നു. അത്രയും ബുദ്ധിമുട്ടില്ല. എനിക്ക് ഇരുന്നു കൊണ്ട് പോലും കണ്ണടയ്ക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു.
നെഞ്ച് നീറി ഞാൻ എൻ്റെ അമ്മ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. അമ്മ മാതാവ് എനിക്ക് അത് സുഖപ്പെടുത്തി തന്നു. ഡോക്ടർ പറഞ്ഞു രണ്ടാമത് നമുക്കൊന്ന് MRI എടുത്ത് നോക്കണം, കഴുത്ത് എങ്ങനെയാണെന്ന് നോക്കണമെന്ന് പറഞ്ഞു. MRI എടുത്തു നോക്കിയപ്പോൾ ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞ നിങ്ങളെടുത്ത MRIയിലുള്ള ഒരു പ്രശ്നങ്ങളും ഇപ്പോൾ കാണുന്നില്ല, നിങ്ങളെ സ്കാനിങ്ങിലും ഒരു പ്രശ്നങ്ങളും കാണുന്നില്ല, സർജറി ചെയ്യണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഇനി നിങ്ങൾ ഗുളികകളെല്ലാം നിർത്താം, ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ ഒരു ഗുളികകളോ മരുന്നുകളോ കഴിച്ചിട്ടില്ല. എൻ്റെ എല്ലാ റിസൾട്ടുകളിലും ഒരു കുഴപ്പവും ഇല്ല എന്നാണ്. ഇതെങ്ങനെയാണെന്ന് ചോദിച്ചു. ഇത് കഴിഞ്ഞ റിപ്പോർട്ടിൽ ഇങ്ങനെ അല്ലല്ലോ, ഇപ്പോൾ ഇതെങ്ങനെ മാറിയതെന്ന് ഡോക്ടർ ചോദിച്ചു. അത്ഭുതകരമായി എൻ്റെ അമ്മ മാതാവ് എന്നെ സഹായിച്ചു, എന്നെ രക്ഷിച്ചു. ഈ ആൾത്താരെ കയറി ഞാൻ ഓരോ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോഴും ഞാൻ പറയും അമ്മ മാതാവ് എനിക്കിങ്ങനെ ഒരു സാക്ഷ്യം പറയാൻ സാധിക്കുമോ എന്ന് ഞാൻ ചോദിക്കും. അതുപോലെ ഞാൻ ഇന്നും എനിക്കിപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല, എന്നെ ഒരു സാക്ഷിയായ അമ്മ മാതാവ് ഇവിടെ നിർത്തിയിരിക്കുന്നെന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അത്രയ്ക്ക് ഞാൻ അമ്മ മാതാവിനെ ഞങ്ങൾ കുടുംബമായി ഇരുന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഈശോയെ നെഞ്ചുപൊട്ടി വിളിക്കുന്ന എല്ലാവരെയും ഈശോ രക്ഷിക്കുമെന്ന് എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ എനിക്ക് മനസ്സിലായതാണ്. എന്ന് എൻ്റെ മരണം വരെയും ഞാൻ എൻ്റെ അമ്മ മാതാവിനോടും ഈശോയോടും കടപ്പെട്ടിരിക്കുന്നു. എന്നെ ഈ മണ്ണിലെത്തിച്ചതിന് 1000 കോടി നന്ദി പറയുന്നു. ഈശോയോട് നന്ദി പറയുന്നു. എൻ്റെ അസുഖങ്ങൾ മാറ്റി തന്നതിന് അമ്മ മാതാവിനോട് ഒത്തിരി നന്ദി പറയുന്നു. ഈശോയോട് ഒത്തിരി നന്ദി പറയുന്നു, കടപ്പെട്ടിരിക്കുന്നു. ഇനിയും എന്നെ ഒരു സാക്ഷിയായി ഉയർത്തണമേ എന്ന് ഞാൻ മാതാവിനോട് അപേക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈശോയോട് അപേക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്കും പ്രത്യേകമായിട്ട് നന്ദി പറയാം. കൊളോസസിൻ്റെ പുസ്തകം, കൊളോസിൻ്റെ ലേഖനത്തിൽ 3-ാമത്തെ അധ്യായം 11-ാം തിരുവചനം പറയുന്നത് ക്രിസ്തു എല്ലാമാണ് എല്ലാവരിലുമാണ്. ക്രിസ്തു എല്ലാമാണ് എല്ലാവരിലുമാണ്. ആര് ക്രിസ്തുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, ഏത് മതസ്ഥം വിളിച്ച് പ്രാർത്ഥിച്ചാലും കർത്താവ് അവിടെ ഉണ്ടാവും. ഇതിന് നമ്മളെ ഈ ഉത്തമ ബോധ്യത്തിലേക്ക് നയിക്കുന്നത് പരിശുദ്ധ അമ്മയാണ്. മരിയയുടെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന ഏത് വ്യക്തിയെയും ഏത് മതസ്ഥനെയും ഈശോയമ്മയും താങ്ങും, കരുതലോടെ താങ്ങിയെടുക്കും. ഒത്തിരിയേറെ മാനസികമായും വേദനിച്ച് ഒത്തിരി രോഗത്തിൻ്റെ ഒരു വലിയ അവസ്ഥയിൽ ദുരന്തത്തിലൂടെ കടന്നു പോയപ്പോഴും ആ ദുരന്താവസ്ഥകളിൽ മാതാവിനെ മുറുകെ പിടിച്ച് മാതാവും ഈശോയും പറഞ്ഞിട്ടുള്ള, മാതാവ് പറഞ്ഞ യോഹന്നാൻ 2:5 അവൻ പറയുന്നത് പോലെ ചെയ്യുക, കർത്താവ് പറയുന്നത് പോലെ ചെയ്യുക. അത് പൂർണ്ണ ആത്മാർത്ഥതയോടെ ഹൃദയത്തിൻ്റെ ഉള്ളറകളിൽ നിന്നുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ഈ വേദനകളുടെ നടുവിൽ നിന്നുകൊണ്ടും ചെയ്തപ്പോൾ പരിശുദ്ധ ഈശോയും കൂടെ നടന്ന് സഹായിച്ചു. പുറപ്പാട് ദിവസം 33:14 ഞാൻ നിന്നോട് കൂടെ വരികയും നിന്നെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. പരിശുദ്ധ ഈശോയും കൂടെ വന്നു എന്നുള്ളതിൻ്റെ വലിയ സാക്ഷ്യമാണ് നമ്മൾ കേട്ടത്. മരിയയുടെ ഉടമ്പടിയെടുത്താൽ തീർച്ചയായിട്ടും ഈശോയുടെ അമ്മയുടെ സാന്നിധ്യം ഉണ്ടാവും. ആ സാന്നിധ്യം അത്ഭുതകരമായിട്ട് രോഗശാന്തികളായും വിവിധ മനസ്സാഗ്രഹിക്കുന്ന ആഗ്രഹങ്ങളായിട്ടും ഒക്കെ അത് പരിണമിക്കും. പരിശുദ്ധ ഈശോയ്ക്കും ഈ കുടുംബത്തിന് ചെയ്തു കൊടുത്ത ഈ വലിയ രോഗശാന്തിക്ക് അമ്മയ്ക്ക് ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ത്രിത്വിക ദൈവത്തെ മഹത്വപ്പെടുത്തി കരമടിച്ച് അവിടുത്തെ ആരാധിക്കാം. എൻ്റെ പേര് സ്നേഹ. ഞാൻ ആലപ്പുഴ ജില്ലയിലെ തത്തമ്പള്ളി ഇടവയിൽ നിന്നാണ് വരുന്നത്. ആദ്യമായി എന്നെ ഇവിടെ സാക്ഷ്യം പറയാൻ നിർത്തിയതിന് പരിശുദ്ധ മാതാവിന് 1000 നന്ദി പറയുന്നു. ഞാനൊരു നേഴ്സാണ്. അപ്പം ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കാൻ എന്നെ ആദ്യം പ്രേരിപ്പിച്ചത് എൻ്റെ അമ്മയാണ്. അമ്മ എപ്പോഴും ഇവിടെ കൃപാസനത്തിൽ വന്ന് എപ്പോഴും പ്രാർത്ഥിക്കുന്നതാണ്. അപ്പം എനിക്കറിയത്തില്ല, ഇവിടെ വന്ന് ഇങ്ങനെ എല്ലാവർക്കും അനുഗ്രഹം കിട്ടുന്നുണ്ട്, എനിക്ക് കിട്ടുമോ ഇല്ലയോ അങ്ങനെയൊന്നും എനിക്ക് അറിയത്തില്ല. അപ്പം അമ്മയുടെ നിർബന്ധം കാരണം ഞാനിവിടെ 2021 മാർച്ച് 30 ഇവിടെ ആദ്യമായിട്ടൊന്ന് ഉടമ്പടി എടുത്തു. ആ ഉടമ്പടി എന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും ഒട്ടും പ്രാർത്ഥിച്ചൊരുങ്ങാതെയാണ് ഞാൻ ആ ഉടമ്പടി എടുക്കാൻ വന്നേ. ഞാനൊന്ന് കുമ്പസാരിക്കുകയോ ഒന്നും ചെയ്തില്ല. എന്നെ രാവിലെ എഴുന്നേപ്പിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഉടമ്പടി എടുക്കാൻ നിർത്തിയേക്കുക. അപ്പം ഞാനിങ്ങനെ ക്യൂവിലൊക്കെ ഇങ്ങനെ നിന്ന് ഞാനങ്ങ് മേളിൽ പോയി അച്ഛൻ്റെ ധ്യാനമൊക്കെ കേൾക്കുക. അപ്പോൾ ഇടയ്ക്കെപ്പോഴൊക്കെയോ ഞാൻ ഉറങ്ങിപ്പോകുന്നുണ്ട്. പക്ഷേ എനിക്ക് എങ്ങനെയും IELTS പാസ്സാവണമല്ലോ. അപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്താൽ കിട്ടുമെന്ന് ഞാനിങ്ങനെ അമ്മ പറഞ്ഞ് അറിഞ്ഞതുകൊണ്ട് ഞാനിങ്ങനെ വന്നതാണ്. പക്ഷേ അതുകൊണ്ട് എൻ്റെ മാതാവ് ആ ഉടമ്പടി പാലിക്കാൻ എന്നെ അനുവദിച്ചില്ല. ഞാൻ രാവിലെ 5:30 എഴുന്നേറ്റ് പ്രാർത്ഥിക്കും. 5:30 പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ തലകറങ്ങി താഴ്ത്ത് വീഴും. എന്ന് പറഞ്ഞാൽ കണ്ണിൽ മൊത്തം ഇരുട്ട് കയറിയിട്ട് വിറയ്ക്കുക, തലകറങ്ങി താഴ്ത്ത് വീഴും. അപ്പം വീട്ടിലെല്ലാവരും എഴുന്നേറ്റ് വരുമ്പം ഞാൻ ആ ഹോളിൽ കിടന്ന് ഉറങ്ങുമായിരിക്കും. പിറ്റേ ദിവസവും 5:30 എഴുന്നേക്കും, ഞാൻ ഉടമ്പടി പ്രാർത്ഥനയ്ക്ക് എഴുന്നേക്കും. പക്ഷെ ഞാൻ തലയിറങ്ങി താഴ്ത്തി വീഴും. അങ്ങനെ മാതാവിന് പോലും ഇഷ്ടപ്പെട്ടില്ല ഞാൻ അങ്ങനെ വന്ന് ഒരുങ്ങാതെ വന്ന് ഉടമ്പടി എടുത്തിട്ട്. അങ്ങനെ ഞാൻ എങ്ങനെയോ ആ ഉടമ്പടി അതങ്ങ് പാലിക്കാതെ പോയി. അപ്പോൾ എൻ്റെ കഴിവിനെ ഞാൻ ഒത്തിരി വിശ്വസിക്കുമായിരുന്നു. കാരണം എനിക്ക് സ്പീക്കിങ് നന്നായി പറയാൻ പറ്റും, അങ്ങനെയൊക്കെ എനിക്ക് ഇച്ചിരി അഹങ്കാരമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ IELTS അങ്ങ് പഠിക്കുക. അപ്പം എല്ലാവരും പറയുന്നുണ്ട് നേഴ്സല്ലേ OET പഠിക്കുക. അപ്പം ഞാൻ എല്ലാവർക്കും പാടുള്ളത് ഞാൻ പഠിച്ച് പാസ്സായി കാണിക്കാം എന്ന് പറഞ്ഞാണ് ഞാൻ IELTS എടുത്ത് പഠിക്കാൻ തുടങ്ങിയത്. പഠിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഭയങ്കര പാടാണ്. പക്ഷേ എന്തെങ്കിലുമൊക്കെ ഒരു അത്ഭുതം നടന്നാലോ എന്ന് വിചാരിച്ച് ഞാൻ IELTS പഠിക്കുക. അങ്ങനെ പരീക്ഷ എഴുതി
പഠിക്കുന്നതൊന്നുമല്ല, അവിടെ പോയി ഇരുന്ന് ചെയ്യുന്നതെല്ലാം മണ്ടത്തരമായിരിക്കും. ചോദിക്കുന്ന ക്വസ്റ്റ്യന് വേറെ എന്തെങ്കിലും എസ്സേ ആയിരിക്കും എഴുതി വെക്കുന്നത്. അത് ശരിയാണെന്ന് പറഞ്ഞ് വരും, വീട്ടിൽ വന്ന് നോക്കുമ്പോഴാണ് അതൊക്കെ തെറ്റാണെന്ന് മനസ്സിലാകും. അപ്പം ഓരോ പ്രാവശ്യവും റിസൾട്ട് നോക്കുമ്പം എൻ്റെ അമ്മയ്ക്ക് നല്ല വിശ്വാസം. അമ്മ ഇങ്ങനെ എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്. അമ്മ പറയും, മോനെ നിനക്ക് കിട്ടും എന്ന് എന്നോട് ഇങ്ങനെ പറയും. റിസൾട്ട് നോക്കുമ്പോൾ കരഞ്ഞു പോയി ബോധം കെട്ട് താഴ്ത്തി വീഴും. ഇതങ്ങ് കണ്ടിന്യൂസ് ആയി 3 പ്രാവശ്യം ഞാൻ IELTS എഴുതി. എൻ്റെ അഹങ്കാരത്തിൻ്റെ പുറത്ത് 3 പ്രാവശ്യം എഴുതി. 3 പ്രാവശ്യം ഞാൻ തോക്കുക. അപ്പോൾ എനിക്കിനി മനസ്സിലായി, ഇത്രയൊക്കെ പരാജയപ്പെട്ടിട്ടും എന്തുകൊണ്ടാണ് ഞാൻ മാതാവിൻ്റെ അടുത്ത് പിന്നെയും തിരിച്ച് വരാഞ്ഞ്. അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ഞാൻ യൂട്യൂബിലെ വീഡിയോസ് കാണുന്ന കൂട്ടത്തിൽ ഞാനൊരു കൊച്ചിൻ്റെ സാക്ഷ്യം ഇങ്ങനെ കേട്ടു. ഉടമ്പടി പാലിക്കാതെ ഇരുന്നിട്ട് 2ാമത് ഉടമ്പടി പുതുക്കി കൃത്യതയോടെ എല്ലാം ചെയ്ത് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചൊരുങ്ങി പരീക്ഷ പാസ്സായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ തെറ്റൊക്കെ ഒന്ന് തിരുത്തി ഒന്ന് പ്രാർത്ഥിച്ചൊരുങ്ങാം. അങ്ങനെ ഞാൻ ഒക്ടോബർ 30 ഇവിടെ വന്നിട്ട് ഞാൻ ആദ്യം ഇവിടെ വന്നിട്ട് കുമ്പസാരിക്കുന്നത് എവിടെയാണെന്നാണ് ചോദിച്ചത്. ഞാനൊന്ന് നല്ലപോലെ ഒന്ന് കുമ്പസാരിച്ച് ഒരുങ്ങി ഞാൻ അങ്ങനെ ഉടമ്പടി പുതുക്കാൻ വേണ്ടി ചെന്നു. ഉടമ്പടിയിൽ ഇങ്ങനെ നമുക്കിങ്ങനെ മാർക്ക് ഇടുമല്ലോ, ഇങ്ങനെ നമ്മൾ ആദ്യത്തെ ഉടമ്പടിയിൽ ചെയ്ത കാര്യങ്ങൾ. എനിക്കെല്ലാം 2 മാർക്കാണ്, എന്നുവെച്ചാൽ അത് ലീസ്റ്റ് സ്കോറാണ്. അപ്പം ഞാനതും കൊണ്ട് ഉടമ്പടി സൈൻ ചെയ്യുന്ന കൗൺസിലറിൻ്റെ അടുത്ത് ചെന്നപ്പോഴത്തേക്കും ആ കൗൺസിലർ പറഞ്ഞു, എൻ്റെ മോളെ ഉടമ്പടി എടുത്തിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നിൻ്റെ പ്രാർത്ഥന ചേമ്പലയിൽ വെള്ളമൊഴിച്ച പോലെ ആവരുത് എന്ന് പറഞ്ഞാൽ എന്നെ അവരുടെ മുന്നിൽ ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കാകെ അങ്ങ് വിഷമമായി. അപ്പോൾ ഞാൻ ഇങ്ങനെ മനസ്സിൽ പറഞ്ഞു, ഇല്ല ഇപ്രാവശ്യത്തെ ഉടമ്പടി എന്തായാലും ചേമ്പലയിലെ വെള്ളം പോലെ ആവത്തില്ല. ഞാൻ അടുത്ത പ്രാവശ്യം ഞാൻ പുതുക്കാൻ വരുമ്പം എല്ലാത്തിനും 5 സ്കോർ എനിക്ക് കിട്ടും. ഞാൻ കൃത്യമായി കുമ്പസാരിക്കും, കുർബാനയ്ക്ക് പോകും, അതൊക്കെ ഞാൻ 5 മേടിക്കും എന്ന് ഉറച്ച് ഞാൻ ഇവിടെ വന്ന് മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറഞ്ഞു, മാതാവ് ഞാൻ OET പഠിക്കാൻ പോകുക. എനിക്കറിയത്തില്ല ഇനി ഇത് പാസ്സാകുമെന്ന്, കാരണം 3 എക്സാം ഞാൻ തോറ്റതാണല്ലോ IELTS. അപ്പം ഞാൻ ഇനി ഒന്ന് OET പഠിക്കാം. മാതാവ് എന്നെ ഒന്ന് ജയിപ്പിക്കണം മാതാവ്. ഞാൻ 1.5 വർഷമായില്ലേ മാതാവേ, ഞാൻ ഇങ്ങനെ നടന്ന് ഞാൻ രാപ്പകലില്ലാതെ പഠിക്കുമല്ലേ മാതാവേ, ഒന്ന് എൻ്റെ പ്രാർത്ഥന കേൾക്കണേ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ തപ്പി കണ്ടുപിടിച്ച് ഞാൻ അങ്ങനെ പഠിക്കാൻ ചേർന്നു. 2 മാസം ഞാൻ പഠിച്ചു നല്ലോണം പക്ഷേ പണ്ടൊക്കെ ഞാൻ പഠിച്ചിട്ട് ഇങ്ങനെ തല മരവിച്ചിരിക്കുന്ന പോലെ തോന്നുമ്പം ഞാനിരുന്ന് ഇൻസ്റ്റഗ്രാമിലൊക്കെ വീഡിയോസ് കണ്ട് ഒന്ന് എൻ്റർടൈമായിട്ട് അടുത്തത് പഠിക്കാൻ പോകും, അങ്ങനെയാണ്. പക്ഷേ ഇപ്രാവശ്യം ഞാൻ അങ്ങനെയല്ല ചെയ്തത്. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബോറടിക്കുമ്പം ഞാൻ പോയിട്ട് സാക്ഷ്യം കേട്ട് ഞാൻ പിന്നെയും സാക്ഷ്യം കേട്ട് പിന്നെ എനിക്ക് ഉണർവാകും. അപ്പം ഞാൻ പിന്നെയും പഠിക്കും. അങ്ങനെ രാവിലെ 5:30 പ്രത്യക്ഷീകരണം കഴിഞ്ഞാൽ പഠിക്കാനിരിക്കുന്ന ഞാൻ വൈകിട്ട് കിടക്കുന്ന ഇവിടുത്തെ പ്രാർത്ഥന ചൊല്ലി തീർന്നാലും ഇവിടെ കിടക്കുന്നവരെ ഞാൻ പഠിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ സാക്ഷ്യം കേൾക്കും. ഒരു ദിവസം ഞാൻ ഒരു 10-15 സാക്ഷ്യമെങ്കിലും വെച്ച് ഞാൻ ഈ പഠിക്കുന്നതിൻ്റെ ഇടയിൽ കേൾക്കുമായിരുന്നു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചൊരുങ്ങി. ഞാൻ ഇതുപോലെ പ്രാർത്ഥിച്ചൊരുങ്ങിയ ഒരു എക്സാം ഞാൻ ഇന്നേ വരെ എഴുതിയിട്ടില്ല. ഞാനങ്ങനെ പ്രാർത്ഥിച്ചൊരുങ്ങി ഞാൻ ഇവിടെ വന്ന് ഹോൾ ടിക്കറ്റ് ഞാൻ വെഞ്ചരിച്ചപ്പം എനിക്ക് അച്ഛനെ കാണാൻ പറ്റി. അച്ഛനെ കാണാൻ വന്നപ്പം ഒരു ചേച്ചി 14 പ്രാവശ്യം OET എഴുതി പാസ്സാവാതെ നിന്നിട്ട് ഇവിടെ അച്ഛനെ കാണാൻ വന്നതുകൊണ്ടായിരുന്നു. അപ്പം ഞാനത് ആ ചേച്ചി പറയുന്നിടപ്പോൾ എനിക്കങ്ങ് കരച്ചിൽ വന്നു. ആ ചേച്ചി ഇങ്ങനെ വിങ്ങി പൊട്ടി അച്ഛനോട് ഇങ്ങനെ കഥകൾ പറയാം. അപ്പം എനിക്കങ്ങ് വിഷമം വന്നിട്ട് ഞാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ ആ ചേച്ചിക്ക് പ്രാർത്ഥിച്ചു. കാരണം ഞാനും ആ ചേച്ചി ഒരേ ഡേറ്റാണ് എടുത്തേക്കുന്നത്, December 2. അത് മാതാവിനോട് പ്രാർത്ഥിച്ച് ഞാൻ എടുത്ത ഡേറ്റ്. അപ്പം ഞാൻ പറഞ്ഞു, മാതാവേ ഇനി ആ ചേച്ചീനെ ഒന്ന് പരീക്ഷയ്ക്ക്, ഇനി ആ ചേച്ചീനെ 15ാമത്തെ വട്ടം ഇനി എഴുതിപ്പിക്കല്ലേ മാതാവേ എന്ന് ഞാൻ ഇവിടെ മുട്ടുകുത്തിന്ന് ആ ചേച്ചിക്ക് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ചത്. അച്ഛൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ച് അച്ഛനേക്ക് കാശ് രൂപമൊക്കെ വന്നിട്ട് പറഞ്ഞു, പോയി രക്ഷപ്പെടും മക്കളെ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അമ്മയോട് പോയി ഇങ്ങനെ പറഞ്ഞു, അമ്മേ അച്ഛൻ തലയിൽ കൈവച്ചൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പം അമ്മ ചോദിച്ചു, മോനെ അച്ഛൻ പറഞ്ഞോ സാക്ഷ്യം പറയാൻ വരണമെന്ന് പറഞ്ഞോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല അങ്ങനെയൊന്നും പറഞ്ഞില്ല, പോയി രക്ഷപ്പെടാൻ പറഞ്ഞത്. അമ്മ പറഞ്ഞു, അത് മതിയല്ലോ, അച്ഛൻ രക്ഷപ്പെടാൻ പറഞ്ഞെങ്കിൽ പിന്നെ എന്നാ, നമുക്ക് പരീക്ഷയ്ക്ക് മാതാവിനെ വിളിച്ചുകൊണ്ട് പോകാം, മാതാവ് വരുമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളുടെ വീട്ടിൽ ഞാൻ എപ്പോഴും പ്രത്യക്ഷീകരണം ഇങ്ങനെ കാണാതെ പഠിച്ച് അമ്മയെ കൊണ്ട് പഠിപ്പിക്കുമായിരുന്നു. കാരണം എപ്പോഴും അത് ചൊല്ലിക്കൊണ്ട് നടക്കാൻ വേണ്ടി അത് ഞാൻ ഈ വിശ്വാസ പ്രമാണം പോലെ കാണാതെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കിങ്ങനെ പഠിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് കാണാതെ പഠിക്കാൻ പറ്റും. അപ്പോൾ അമ്മയ്ക്ക് അത് പറ്റത്തില്ല. അപ്പോൾ അപ്പനെ ഞാനിങ്ങനെ ഓരോ പണിഷ്മെൻറ്റ് കൊടുത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ മാതാവ് കേൾക്കത്തില്ല, മൊത്തം കാണാതെ ചൊല്ല. അങ്ങനെ അമ്മേനെ വഴക്ക് പറയിപ്പിച്ച് ഞാൻ പ്രത്യക്ഷീകരണം അമ്മേനെ കൊണ്ടും കാണാതെ പഠിപ്പിച്ചു, ഞാനും പഠിച്ചു. അപ്പം ഞങ്ങൾ നടക്കുന്ന വഴി ഇരിക്കുന്ന വഴിയൊക്കെ ഈ പ്രത്യക്ഷീകരണം മാത്രമേ ചൊല്ലാറുള്ളൂ. അപ്പം പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഞാൻ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ട് ഞാനൊന്നും പഠിക്കുന്നില്ല, ഞാൻ പ്രത്യക്ഷീകരണം മാത്രം ചൊല്ലിക്കോളാന്ന് പറഞ്ഞ് ഞാൻ കയ്യിൽ ഈ കാശുരൂപവും പിടിച്ച് പ്രത്യക്ഷീകരണം ചൊല്ലി എനിക്ക് മൂവാറ്റുപുഴയിലെ എക്സാം, ഞാൻ അവിടെ വരെ പ്രത്യക്ഷീകരണം ചൊല്ലിപ്പോയി. അവിടെ ചെന്ന് ഞങ്ങൾ ആ എക്സാം സെൻറ്ററിന് ചുറ്റും നടന്ന് പ്രാർത്ഥിച്ച് ഞാൻ കുറേ സാക്ഷ്യത്തെ കേട്ടിട്ടുണ്ട്. എക്സാം സെൻറ്ററിൽ ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ട് പിന്നെ ഇനി എക്സാമിൽ സെൻറ്ററിൽ വരത്തരുതേ, എന്നെ എക്സാം പാസ്സാക്കണേ എന്ന് പറഞ്ഞ് പോയവരൊക്കെ പാസ്സായിട്ടുണ്ട്.
അപ്പം ഞാനും അതേപോലെ വിശ്വസിച്ച് എക്സാം സെൻറ്ററിന് ചുറ്റും ഞാൻ ഉപ്പ് വിതറി. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ എനിക്ക് ഏറ്റവും പാടുള്ള പരീക്ഷയാണ് 3 ഇതെന്ന് പറയുന്നത്, ലിസണിങ്, റീഡിങ്, റൈറ്റിങ്. അപ്പം അമ്മ ഓരോ മണിക്കൂറും പ്രത്യക്ഷീകരണം ചൊല്ലിയിട്ട് അമ്മ എനിക്ക് വേണ്ടി ഉപ്പ് കഴിക്കണേ അമ്മയെന്ന് ഞാൻ പറഞ്ഞിട്ടാണ് ഞാൻ എക്സാം ഹാളിൽ കയറിയതും. അപ്പം ഇവർ സെർച്ച് ചെയ്യുമല്ലോ നമ്മുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്നറിയാം. അപ്പം ഞാൻ എൻ്റെ കട്ടറിനകത്ത് ഇവിടുത്തെ ഉപ്പ് ഞാൻ കട്ടറിൽ ഒളിപ്പിച്ച് വെച്ചായിരുന്നു. കാരണം എക്സാം ഹാളിൽ ഇരിക്കുമ്പം എനിക്ക് പേപ്പറിലൊക്കെ ഉപ്പ് വിഴുതാറാണ് എനിക്ക് വിശ്വാസമാണ് മാതാവിനെ രക്ഷിക്കും. അങ്ങനെ ഞാൻ പോയിരുന്നു. അപ്പോൾ ലിസണിങ് എനിക്ക് ഏറ്റവും എളുപ്പമാണ്. കാരണം എനിക്കെപ്പോഴും ലിസണിങ് വീട്ടിൽ ചെയ്യുമ്പോൾ നല്ല മാർക്ക് കിട്ടാറുണ്ട്. അപ്പം ഞാനങ്ങ് സന്തോഷത്തോടെ ലിസണിങ് എക്സാം എഴുതാൻ തുടങ്ങി. ഞാൻ എല്ലാം കേട്ടു. എനിക്ക് 1 തൊട്ട് 24 വരെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സാണ്. 24 ഫിൽ ഇൻ ദ ബ്ലാങ്ക്സും എനിക്ക് കേൾക്കാൻ പറ്റി. അപ്പം ഞാൻ സന്തോഷിച്ചു. പക്ഷേ തൊട്ടടുത്തുള്ള ആൻസർ വിട്ടു പോകാതിരിക്കാൻ എല്ലാം ഷോർട്ട് ഫോമാണ് എഴുതിയേക്കുന്നത്. കാരണം അവസാനം 2 മിനിറ്റ് അവർ തരുമല്ലോ, അത് തൂത്തിട്ട് നമുക്ക് വൃത്തിയായിട്ട് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതൊക്കെ എഴുതാം. ആ ഒരു ചിന്തയിൽ ഞാൻ എല്ലാം ഷോർട്ട് ഫോം എഴുതി. കാരണം ഒരു ആൻസർ പോലും വിടരുത്. അങ്ങനെ ഞാൻ എല്ലാം എഴുതി. പിന്നെ ബാക്കി 20 ക്വസ്റ്റ്യൻ ബബിൾ ചെയ്യണം. അപ്പോൾ ബബിൾ ചെയ്യാൻ വേണ്ടി ഇരിക്കുമ്പം ഫുൾ ബബിൾ ചെയ്താൽ മാത്രമേ നമുക്ക് കമ്പ്യൂട്ടർ വാലുവേഷൻ നമുക്ക് അപ്രൂവ് ആവത്തുള്ളൂ. അപ്പം ഞാൻ 34 ഇത് ആൻസർ കറക്റ്റ് ആയിരിക്കും. അപ്പം ഞാൻ പകുതി ബബിൾ ചെയ്തിട്ട് അടുത്തതിലേക്ക് പോകും. കാരണം ഒന്നും വിടരില്ലെന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട്. അങ്ങനെ 2 മിനിറ്റിൽ ഞാൻ തൂത്ത് തുടച്ചെല്ലാം എഴുതി വന്നപ്പം സമയം കഴിഞ്ഞെന്ന് പറഞ്ഞാൽ അവരെന്നെ നിന്ന് പേപ്പർ പിടിച്ചുകൊണ്ടേ. ബാക്കി 12 ക്വസ്റ്റ്യൻസ് ഷോർട്ട് ഫോം എഴുതിയത് വായിക്കാനും പറ്റിയില്ല, പുറകിൽ എഴുതിയിരിക്കുന്നത് ബബിളിക്ക് കറപ്പിക്കാനും പറ്റിയില്ല ഒന്നും കൂടെ. അപ്പോൾ എനിക്ക് ഉറപ്പായി വല്ല 12 മാർക്ക് വല്ലതും കിട്ടുമായിരിക്കും. 42-ൽ 30 വേണം എനിക്ക് ബി കിട്ടാൻ. അപ്പം ഞാൻ ഇങ്ങനെ സാധാരണ എക്സാമുകളൊക്കെ എഴുതുമ്പം ആദ്യത്തെ എക്സാം ചീത്തയായി കൊളയായി പോയാൽ ഞാനിരുന്ന് അങ്ങ് കരയും, അങ്ങ് വെപ്രാളപ്പെടും. പിന്നെ എഴുതുന്ന എല്ലാം തെറ്റായിരിക്കും. അപ്പം ഞാനിങ്ങനെ വെപ്രാളപ്പെടാൻ വേണ്ടി ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് എന്നോട് മനസ്സിരുന്ന് ആരാ പറയാം, എന്തിനാ പേടിക്കുന്നത്, മാധവുണ്ടല്ലോ, ഞാൻ അടുത്ത എക്സാം അടുത്ത എക്സാം എഴുത്, പേടിക്കണ്ട, ഞാനില്ലേ കൂടെ എന്ന് ആരും ഇങ്ങനെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം ഞാനോർത്ത് ശരിയാ, ഞാൻ എന്തിനാ പേടിക്കുന്നത്, അയാൾ പേപ്പർ മേടിച്ചുകൊണ്ട് വേണേ പോട്ടെ, അടുത്ത റീഡിംഗ് അല്ലേ, 15 മിനിറ്റിൽ 20 ക്വസ്റ്റ്യൻ എഴുതണം. ഇന്നേ വരെ ഞാൻ 15 മിനിറ്റിൽ 20 ക്വസ്റ്റ്യൻ്റെ ആൻസർ 4 പാസേജിൽ നിന്ന് കണ്ടുപിടിച്ചിട്ടില്ല. എപ്പോഴും എനിക്ക് സമയം ഇനിയും എക്സ്ട്രാ വേണം. അപ്പോൾ ഒരു പേപ്പർ കൊണ്ടു. അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, മാതാവേ വരുന്നത് എന്ത് പാടാണേലും എനിക്ക് പറഞ്ഞു തരണേ, എനിക്കൊന്നും അറിയത്തില്ല റീഡിങ്. അപ്പം റീഡിങ് എപ്പോഴും ടഫാണ് എല്ലാവർക്കും വരാറ്. അപ്പം അങ്ങനെ വന്നു. അപ്പം ഞാൻ 20 ക്വസ്റ്റ്യൻ 7 മിനിറ്റ് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. എങ്ങനെ കംപ്ലീറ്റ് ചെയ്തതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ നോക്കുന്നിടത്ത് എനിക്ക് ആൻസർ മാതാവ് കാണിച്ചു തരുന്നുണ്ട്. ഞാൻ 1ൻ്റെ ആൻസർ എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ മനസ്സിലാവില്ല. പെട്ടെന്ന് നോക്കുമ്പം 1ൻ്റെ ആൻസർ ഇതാണെന്ന് ആരോ എനിക്ക് പറഞ്ഞു തരാം. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഞാൻ പെട്ടെന്ന് അത് എഴുതുക, ഹാൻഡ് റൈറ്റിംഗ് ഒന്നും നോക്കുന്നില്ല, റണ്ണിങ് ലെറ്റേഴ്സിൽ അങ്ങ് എഴുതി പോവാ. 7 മിനിറ്റ് കഴിഞ്ഞു. രണ്ടാമത്തെ ക്രോസ് ചെക്ക് ഞാൻ കിട്ടി. പിന്നെ ബി പാർട്ടും ABC എന്തൊക്കെയോ ഞാൻ കർപ്പിക്കുന്നുണ്ട്. എനിക്കതൊന്നും വായിച്ചിട്ട് മനസ്സിലാവുന്ന പോലും ഇല്ല. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് റൈറ്റിംഗ് തുടങ്ങിയപ്പം ആകെ 45 മിനിറ്റേ ഉള്ളൂ. അതിൽ 15 മിനിറ്റ് ഞാൻ ചിന്തിക്കുക, ക്വസ്റ്റ്യൻ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, എന്ത് ലെറ്ററാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എല്ലാവരും എഴുതി. ഇനിയപ്പോൾ അവിടെ അനൗൺസ്മെൻറ്റ് വന്നു, ഇനി 15 മിനിറ്റും കൂടെ ബാക്കിയുള്ളൂ. അപ്പം ഞാൻ മാതാവിനോട് എന്തെങ്കിലും എനിക്ക് ഈ പേപ്പറിൽ എഴുതാനൊന്ന് പറഞ്ഞതാ മാതാവേ, ലെറ്റർ ഞാൻ എന്തെങ്കിലും എഴുതിക്കോട്ടെ. അപ്പോൾ 300 വേർഡ്സ് എനിക്ക് എഴുതണം. അപ്പം ഞാൻ സാധാരണ ഞാൻ വീട്ടിൽ പ്രാക്ടീസ് ചെയ്യുമ്പം എനിക്ക് ഏറ്റവും കോൺഫിഡൻസ് ഉള്ളത് റൈറ്റിങ്ങാണ്. ഞാൻ നന്നായിട്ട് എഴുതാറുണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞു കേൾക്കാറുണ്ട് എൻ്റെ ട്യൂട്ടേഴ്സ്. അപ്പം ഞാൻ ആ ഒരു സന്തോഷത്തിലാണ് തുടങ്ങിയത്. പക്ഷേ എനിക്ക് പെൻസിൽ എനിക്ക് നീങ്ങുന്നില്ല എഴുതാനായിട്ട്. അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് എന്തോ ഞാൻ എഴുതി. പക്ഷേ അതൊന്നും ശരിയാണെന്നറിയില്ല. വെറും 1/2 പേജ് മാത്രമേ ഞാൻ എഴുതിയുള്ളൂ. ബാക്കി ഇപ്പുറത്തെ പേജ് വെറുതെ കൊടുക്കണ്ടേന്ന് വിചാരിച്ചിട്ട് ചുമ്മാ അവിടെ യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി താങ്ക് യു എന്നൊക്കെ പറഞ്ഞിട്ട് തന്ന അഡ്രസ്സൊക്കെ തന്നെ അങ്ങ് എഴുതുക, രജിസ്റ്റേർഡ് നഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് ഞാനങ്ങ് വിഷമിച്ച് കൊടുത്തു. അപ്പം ഇനി എനിക്ക് സ്പീക്കിംഗ് 4:30 ടൈം കിട്ടിയേക്കുന്നത്. ആ 4:30 വരെ ഞാൻ 1 മണിക്ക് എക്സാം കഴിഞ്ഞാൽ 4:30 വരെ ഹാളിൽ വെയിറ്റ് ചെയ്തിരിക്കണം നമ്മുടെ പേര് വിളിക്കുന്നത് വരെ. അപ്പം ആ സമയത്ത് പിള്ളേരൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ആൻസർ അങ്ങനെയല്ലേ, ലെറ്റർ എഴുതിയത് ഇങ്ങനെയല്ലേ. അപ്പം ഞാനിങ്ങനെ ഓർക്കുക, ദൈവമേ ഇതൊന്നുമല്ല ഞാൻ എഴുതിയത്, എനിക്ക് അറിയാൻ മേല ഞാൻ എഴുതിയതൊക്കെ ശരിയാണോ എന്ന് എനിക്കറിയത്തില്ല, ഞാൻ ഇനി എന്ത് ചെയ്യും. അപ്പം ഞാൻ ഇങ്ങനെ മനസ്സ് വിചാരിച്ചു, സാരമില്ല, മാതാവ് നോക്കിക്കോളും. ലിസണിങ്ങിനെ പറ്റി എനിക്ക് ആലോചിക്കാൻ കാരണം എന്തെങ്കിലും എഴുതിയാലല്ലേ ജയിക്കത്തുള്ളൂ. അപ്പം ഞാനിങ്ങനെ വിചാരിക്കും ഒരു വരവ് കൂടി ഇനി വരേണ്ടി വരുമായിരിക്കും. അപ്പം എൻ്റെ അടുത്ത് 2 പിള്ളേർ ഇങ്ങനെ വിഷമിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഈ കാശുരൂപമൊക്കെ കാണിച്ചിട്ട് കൃപാസനത്തെ പറ്റി അറിയാവോ, അങ്ങനെ ഒരു മാതാവുണ്ട്, മാതാവിനോട് പ്രാർത്ഥിച്ചാൽ എന്ത് കിട്ടും, സാക്ഷ്യങ്ങളൊക്കെ കേൾക്കാറുണ്ടോ. പിന്നെ ഞാൻ ഈ കൃപാസനത്തെ പറ്റി അവരോട് പറയുന്നത്. ആ ബാക്കിയുള്ള 3 മണിക്കൂർ ഇങ്ങനെ എല്ലാവരും ഡിസ്കഷനാണ് സ്പീക്കിങ്ങിനെ പറ്റിയൊക്കെ. ഞങ്ങൾക്ക് പറയാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളിങ്ങനെ ആദ്യമായിട്ട് കാണുമല്ലേ, ഞാൻ കൃപാസനത്തെ പറ്റിയായി പറയുന്നത് മൊത്തം. ഞാൻ എന്നിട്ട് ഒത്തിരി സാക്ഷ്യങ്ങളെ പറ്റി പറയുകയൊക്കെ ചെയ്തു. അപ്പം ഞാൻ
പണ്ടെപ്പോഴോ സാക്ഷ്യങ്ങൾ കാണുന്ന കൂട്ടത്തിൽ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. എക്സാമിന് പോയപ്പോൾ ആ കൊച്ച് പ്രാർത്ഥിച്ചായിരുന്നു, എനിക്ക് മാതാവിനെ തന്നെ ഇൻ്റർലൊക്യൂട്ടറായിട്ട് കിട്ടണേ, റോസ്മേരി എന്നൊക്കെ പേര് ഉള്ളൊരു മാതാവിനെ കിട്ടണേ, അങ്ങനെയൊക്കെ ആ കൊച്ചിങ്ങനെ പറയുന്നുണ്ട്. അപ്പം ആ സാക്ഷ്യം കേട്ടപ്പോൾ ഞാൻ വെറുതെ മനസ്സ് വിചാരിച്ചു, എനിക്കും മാതാവിനെ തന്നെ കിട്ടണം ഇൻ്റർലൊക്യൂട്ടറായിട്ട്. അപ്പോൾ റോസ്മേരി എന്ന് പേരുള്ള മാതാവിനെ തന്നെ എനിക്കും വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എക്സാം, അപ്പോൾ എൻ്റെ പേര് വിളിച്ചു 4:30. അപ്പോൾ ഞാൻ എൻ്റെ റൂം തുറന്നപ്പോൾ തന്നെ സാധാരണയൊക്കെ IELTS പോകുമ്പം റൂം തുറക്കുമ്പോൾ വലിയ ആൾക്കാരൊക്കെ ഇരിക്കുന്നത്, ഇവരൊക്കെ കാണുമ്പോൾ എൻ്റെ കൈയും കാലും അങ്ങ് വിറയ്ക്കും. ഞാൻ പഠിച്ചു വെച്ചിരിക്കുന്ന പോലും അവിടെ ചെന്നാൽ മര്യാദയൊക്കെ പറയത്തില്ല. ഫോറിനേഴ്സും ഹിന്ദിക്കാരും ഒക്കെ എനിക്ക് കിട്ടുന്നത്. ഇപ്രാവശ്യം വാലിൽ വന്നപ്പം എന്നേലും ചെറുതായിട്ടിരിക്കുന്ന ഒരു കൊച്ച് ചിരിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ ദൈവമേ ഇതാണോ OETയുടെ ഒക്കെ ഇൻ്റർലൊക്യൂട്ടർ. അപ്പോൾ എനിക്ക് സന്തോഷം. ഞാനങ്ങ് കയറി ചെന്ന് അവിടെ ഇരുന്നിട്ട് അപ്പോൾ കൊച്ചു പറഞ്ഞു മൈ നെയിം ഈസ് റോസ്മേരി എന്ന്. അപ്പോൾ എനിക്ക് മനസ്സിലായത് എൻ്റെ മുന്നേ മാതാവായിരിക്കുന്നത്. പിന്നെ ഞാൻ എന്തിനാണ് പേടിക്കുന്നത്? സാധാരണ ഞാൻ കസേരയിൽ ഇരിക്കുമ്പം സ്പീക്കിങ്ങിന് ഇരിക്കുമ്പോൾ പേടിച്ചിട്ട് ഞാനിങ്ങനെ ഇപ്പം എഴുന്നേക്കാം എന്നുള്ള രീതിക്കായിരിക്കുന്നത്. മാതാവിൻ്റെ പേരായിട്ടപ്പോൾ ഞാനങ്ങ് നിവർന്നൊക്കെ അങ്ങോട്ട് ഇരുന്നു. കാരണം മാതാവിനോട് പറയാൻ പോകാമല്ലോ, അപ്പോൾ വൃത്തിയായിട്ടൊക്കെ പറയണ്ടേ. അങ്ങനെ ഞാനങ്ങ് ചിരിച്ച് സന്തോഷിച്ച് നിവർന്നിരുന്നിട്ട് കയ്യിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ഉപ്പ് ഞാൻ അങ്ങോട്ടങ്ങ് വിതറി. പിന്നെ എനിക്കങ്ങ് ഫുൾ കോൺഫിഡൻസ്. എന്നോട് എന്ത് ചോദിച്ചാലും ഞാനങ്ങ് മണിമണി പോലെ അങ്ങ് ആൻസർ പറയാം. അപ്പം പുറത്ത് നിൽക്കുന്ന കൊച്ചുങ്ങൾക്കൊക്കെ കേൾക്കാം. ഞാനിങ്ങനെ ആവേശത്തിലങ്ങ് ഒച്ചത്തി പറയുക. എനിക്ക് കിട്ടിയ 2 ക്യൂ കാർഡും ഞാൻ വീട്ടിൽ പ്രാക്ടീസ് ചെയ്തതാണ് എനിക്ക് കിട്ടിയ. അങ്ങനെ ആർക്കും കിട്ടാറില്ല റിപ്പീറ്റഡായിട്ട്. കാരണം അത് കോമൺ ആണ്. ആ ക്യൂ കാർഡ് അങ്ങനെ കോമൺ ആയിട്ടുള്ളതൊന്നും കിട്ടത്തില്ല. എനിക്ക് കോമൺ ആയിട്ടുള്ളതാണ് 2 എണ്ണവും കിട്ടിയ. അതുകൊണ്ട് എനിക്ക് 3 മിനിറ്റ് പ്രിപ്പറേഷനൊന്നും വേണ്ട. കാരണം അതെനിക്ക് പച്ചവെള്ളം പോലെ അറിയാം. എന്ത് ആ ക്യൂ കാർഡിൽ നിന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ അറിയാം. ഞാനതങ്ങ് പറയാം. പിന്നെ എൻ്റെ ഒരു പ്രശ്നം, ക്യൂ കാർഡ് 5 മിനിറ്റ് തീർക്കണം. 5 മിനിറ്റ് ആയോ ഇല്ലയോ എന്ന് എനിക്കിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിന്ത വരുമ്പം ഞാൻ നിർത്തിക്കളയും. അപ്പം എനിക്ക് വിക്ക് വരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ. ഇനി എന്ത് പറയണമെന്ന് ഞാൻ ഇങ്ങനെ വിൽക്കും. പക്ഷേ എൻ്റെ മുന്നേ ഇരുന്ന ആ മാതാവ് എനിക്ക് 5 മിനിറ്റ് ആവാറായെന്ന് എനിക്കിങ്ങനെ ടൈം തിരിച്ചിട്ട് 5 ആവാറായിട്ടോ ഇപ്പം നിർത്തണം എന്നുള്ള രീതിയിൽ കണ്ണുകൊണ്ട് ഇങ്ങനെ കാണിക്കും. അപ്പോൾ ഞാൻ മനസ്സിലായി. അപ്പം ഞാൻ കറക്റ്റ് 5 മിനിറ്റ് നിർത്തും. പിന്നെ അടുത്ത ക്യൂ കാർഡും 5 മിനിറ്റ് നിർത്തും. എന്നിട്ട് താങ്ക് യു നന്നായി പറഞ്ഞു എന്നൊക്കെ അവർ എന്നോട് പറഞ്ഞ് എന്നെ വിട്ടു. ഞാൻ പുറത്തിറങ്ങിയപ്പം എൻ്റെ ദൈവം എനിക്കറിയത്തില്ല, ഞാനൊരു വലിയൊരു മഴ പെയ്തിട്ട് ഞാൻ അത് കൊണ്ടിട്ട് വന്ന പോലത്തെ ഒരു സമാധാനമായിരുന്നു. പരീക്ഷയൊക്കെ കഴിഞ്ഞു. പുറത്തിറങ്ങി പറഞ്ഞു നന്നായി പറഞ്ഞല്ലോ, ഞങ്ങളൊക്കെ കേട്ടല്ലോ. അപ്പം ഞാൻ പറഞ്ഞു എനിക്കതൊന്നും ഓർമ്മയില്ല, എന്നോടൊന്നും ചോദിക്കരുത്, എനിക്ക് എൻ്റെ കൂടെ മാതാവ് ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു എന്നിങ്ങനെ പറഞ്ഞ് ഞാൻ ഇരിക്കുക. അപ്പോഴും എൻ്റെ അമ്മ ഉപവസിച്ച് പുറത്ത് കൃപാസനത്തിൻ്റെ ബുക്കും പിടിച്ചിരിക്കുക. അപ്പം അമ്മയെ കാണുന്നവരൊക്കെ അമ്മയുടെ അടുത്ത് വന്നിട്ട് ഞങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കണേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അമ്മയാണെങ്കിൽ ഒരു ഭാഗം കഴിക്കത്തില്ല. ഓരോ മണിക്കൂറും അമ്മ ഈ ഉപ്പ് കഴിച്ചുകൊണ്ടായിരിക്കുന്നത് എനിക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ എക്സാം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പം ഞാൻ ഇങ്ങനെ മനസ്സ് വിചാരിക്കുക, ഇത്രയും വലിയൊരു എക്സാം അല്ലേ കഴിഞ്ഞ, എന്നിട്ട് ഞാൻ ഇത്രയും മണ്ടത്തരം എല്ലാ പ്രാവശ്യത്തെ പോലെ അവിടെ പോയി കാണിച്ചിട്ടുണ്ട്. 2 മിനിറ്റ് സമയമൊന്നും നോക്കാതെ ആൻസറൊന്നും എഴുതാതിരുന്ന്. ഇനിയും ഞാൻ 2ാമതൊരു എക്സാം എഴുതാൻ പോകണമല്ലോ മാതാവേ, എന്നെ ഇനി അനുവദിക്കല്ലേ എന്ന് പറഞ്ഞ് ഞാൻ എന്നും മുടങ്ങാതെ പ്രാർത്ഥിക്കും. എൻ്റെ ആത്മീയജീവിതത്തിൽ ഒത്തിരി വ്യത്യാസം വന്നായിരുന്നു ഉടമ്പടി എടുത്തതിന് ശേഷം. അപ്പം ഞാൻ എന്നും കുർബാനയ്ക്ക് പോകും, ഞാൻ അരമണിക്കൂർ ബൈബിൾ വായിക്കും, കുടുംബ പ്രാർത്ഥന മുടങ്ങാതെ ചൊല്ലും. ഞാൻ എപ്പോഴും സാക്ഷ്യം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കാം. ഈ കൊന്ത എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ മാറ്റിയിട്ടില്ല. അപ്പം OETയുടെ പോർട്ടലിൽ അവർ ഡേറ്റ് ഇട്ടിട്ടുണ്ട്. ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് എക്സാം റിസൾട്ട് ജനുവരി 9 വരത്തുള്ളൂ. അപ്പോൾ ഞാൻ ഇങ്ങനെ മനസ്സ് വിചാരിക്കാം, ഇനിയിപ്പോൾ ഈ എക്സാം തോറ്റാൽ ഇനി ജനുവരി 9 റിസൾട്ട് വന്നിട്ട് ഇനി അടുത്ത എക്സാമിന് ബുക്ക് ചെയ്ത് ഇനി എഴുതുമ്പോൾ പിന്നെയും ഒത്തിരി സമയം പോകുക. എനിക്കാണെങ്കിൽ 1.5 വർഷം കഴിഞ്ഞു ഞാൻ ജോലി ചെയ്യാൻ നിൽക്കുന്നത്. ഇതെങ്കിലും ഒന്ന് പാസ്സായാലേ എന്തെങ്കിലും പ്രോസസ്സിങ് തുടങ്ങിയാക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഞാൻ പിന്നെയും ഒന്നും കൂടെ എക്സ്പീരിയൻസ് എടുക്കണം. ഞാനപ്പം ആകെ വിഷമിച്ചു. അങ്ങനെ വിഷമിച്ച സമയത്ത് ഞാനിപ്പോൾ ഇങ്ങനെ പറഞ്ഞു, എനിക്ക് ക്രിസ്മസ് സമാനമായിട്ട് ഡിസംബർ 25 മുന്നേ മാതാവിൻ്റെ റിസൾട്ട് തരണം. അപ്പം എൻ്റെ ട്യൂട്ടർ പറഞ്ഞു ഇങ്ങനെയൊക്കെ വെബ്സൈറ്റിലുള്ള സ്ഥിതിക്ക് ചിലപ്പോൾ ജനുവരിയൊക്കെ ആവുമായിരിക്കും കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇല്ല, മാതാവ് ചിലപ്പോൾ അതിന് മുന്നേ തരും. ഞാൻ ഇപ്പം ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് എനിക്ക്, പക്ഷെ ഞാൻ മറന്നുപോയി ഡിസംബർ 25 മുന്നേ ഞാൻ ചോദിച്ച കാര്യം. ഇന്ന് രാവിലെ ഞാനിങ്ങനെ അമ്മയോട് വർത്താനം പറയാം, മാതാവിൻ്റെ പ്രാർത്ഥന കേൾക്കും അമ്മേ, ഞാൻ പ്രാർത്ഥിക്കുന്നതൊക്കെ കേൾക്കുന്നുണ്ടോ, ഇനിയിപ്പോൾ ഇന്ന് വേണമെങ്കിൽ റിസൾട്ട് തന്നാൽ ഇവർക്ക് എന്താ, ഇവരെന്തിനിങ്ങനെ പിടിച്ച് വെച്ചേക്കുന്നത്, ഇങ്ങനെയൊക്കെ ഞാൻ ഇങ്ങനെ OETയെ പറ്റി തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ആ സമയത്ത് പെട്ടെന്ന് എനിക്ക് ഒരു നോട്ടിഫിക്കേഷൻ വന്നു, നിങ്ങളുടെ റിസൾട്ട് ഇതേ വെബ്സൈറ്റ് വന്നിട്ടുള്ളത്. എനിക്ക് തലകറങ്ങിയിട്ട് മേലെ എൻ്റെ കണ്ണിലൊക്കെ ഇരുട്ട് കയറുക. ഞാനാണെങ്കിൽ പ്രത്യക്ഷീകരണം ചൊല്ലിക്കൊണ്ടിരിക്കുക, ഇടയ്ക്ക് വെച്ച് തെറ്റിയും പോകുന്നു. അപ്പോൾ ഞാൻ ഓർത്ത് പ്രത്യക്ഷീകരണം തെറ്റിയാൽ ഇനി ചിലപ്പോൾ മാതാവ് അനുഗ്രഹിക്കത്തില്ലായിരിക്കും. ഇപ്പോൾ റിസൾട്ട് നോക്കുമ്പോഴത്തേക്കും എനിക്ക് വേറെ എന്തെങ്കിലും ആയിരിക്കും, എനിക്കൊന്നും കാണാൻ മേല. എൻ്റെ റിസൾട്ട് ഓപ്പൺ ചെയ്ത് എൻ്റെ മുന്നിൽ വെച്ചേക്കാം, എനിക്ക് കണ്ടിട്ട് മനസ്സിലാകുന്നില്ല. കാരണം ഇതുവരെ പാസ്സായ റിസൾട്ട് ഞാൻ നോക്കിയിട്ടില്ല, എപ്പോഴും തോറ്റ റിസൾട്ട് മാത്രമേ നോക്കിയിട്ടുള്ളൂ. അതുകൊണ്ട് ജയിച്ചോ ഇല്ലയോ എന്ന് മനസ്സിലാവുന്നില്ല.
ഞാനിങ്ങനെ നോക്കിയിട്ട് ഞാനിങ്ങനെ അമ്മേന്ന് വിളിച്ചു. അപ്പോൾ അമ്മ വിചാരിച്ചു 3 പ്രാവശ്യം തോറ്റാണല്ലോ, അപ്പോൾ 3 പ്രാവശ്യം തലയിറങ്ങി വീഴും. അപ്പോൾ അങ്ങനെ പിടിക്കാൻ കയ്യും പിടിച്ച് നിൽക്കുക എൻ്റെ പുറകിൽ, എന്തുണ്ടേലും സഹിക്കുമോനോ എന്ന് പറഞ്ഞോട്ട്. ഞാൻ അപ്പോഴത്തേക്കും ഇല്ലമ്മേ ഞാൻ ജയിച്ചു. ഞങ്ങൾക്ക് എന്തുവാ നടക്കുന്നതെന്ന് പോലും മനസ്സിലാകുന്നില്ല. ഞാൻ ഒന്നും എഴുതാത്ത ലിസണിങ്ങിന് എനിക്ക് 360 കിട്ടി, എനിക്ക് B കിട്ടി. എനിക്ക് റൈറ്റിങ് ഞാൻ മാതാവിനോട് ചോദിച്ചിട്ട് എഴുതിയ വെറും 1/2 പേജ് എഴുതിയത് 360. ഞാൻ എന്തെഴുതിയിട്ടാന്ന് എനിക്കറിയത്തില്ല, എനിക്ക് B ഗ്രേഡ് തന്നു. സ്പീക്കിങ് മാതാവിനോട് സംസാരിച്ചുകൊണ്ട് മാതാവ് എനിക്ക് 380 തന്നു, എല്ലാം B. എനിക്ക് റീഡിങ് മാത്രം C+. എന്നാലും എനിക്ക് അയർലൻഡിൽ പോകാം. ഞാൻ പണ്ടെപ്പോഴും അയർലൻഡിൽ പോകണമെന്ന് ഇങ്ങനെ ആഗ്രഹിച്ചു നടന്നു. മാതാവ് അത് കേട്ടായിരുന്നു. അതുകൊണ്ട് മാതാവ് എനിക്ക് അയർലൻഡ് സ്കോർ നൽകി അനുഗ്രഹിച്ചു. ഞാൻ ഇത്രയും സമയം ഞാൻ ഒരു വെള്ളം പോലും കഴിച്ചിട്ടില്ല. ഞാൻ സാക്ഷ്യം പറഞ്ഞിട്ടേ ഞാൻ എന്തെങ്കിലും കഴിക്കുമോ എന്ന് ഞാനിങ്ങനെ സാക്ഷ്യത്തിൽ ഞാൻ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ കേൾക്കുന്ന ഓരോ സാക്ഷ്യം എന്നെ അത്രയും ടച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇവിടെ സാക്ഷ്യം പറഞ്ഞിട്ട് ഞാൻ ഭക്ഷണം കഴിക്കത്തോളം ഞാൻ അതാ ഇവിടെ വന്നേക്കുന്നത്. ഇവിടെ എനിക്ക് ഏറ്റവും കിട്ടിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ഒരാൾ എനിക്ക് പരിചയമില്ലെങ്കിൽ ഞാൻ അവരോട് മിണ്ടത്തില്ല. എനിക്ക് ഭയങ്കര പേടിയാണ് പരിചയമില്ലാത്ത ആൾക്കാരോട് മിണ്ടാൻ. ഇങ്ങനെ ഒരു സ്റ്റേജിലൊക്കെ നിന്ന് സംസാരിക്കാൻ ഞാനങ്ങ് വിറയ്ക്കുന്ന കൊച്ചാണ്. ഞാനപ്പം ഈ പത്രം കൊണ്ട് നടക്കുമ്പം എന്തും പറഞ്ഞ് കൊടുക്കും, എനിക്ക് നാണവാ. ഞാൻ അതുകൊണ്ടാണ് ആദ്യത്തെ ഉടമ്പടിയിൽ പത്രം എൻ്റെ വീട്ടിലിരുന്ന് പോയത്. ഞാൻ 2ാമത് ഉടമ്പടിയിൽ 3 കെട്ട് പത്രം മേടിച്ചു. ഞാൻ എന്നിട്ട് ഈ ആലപ്പുഴ ടൗണിൽ കൂടെ നടന്ന് ഓരോ കടകളും കയറി ഇറങ്ങി. എനിക്ക് ആ സമയത്ത് നാണമൊന്നുമില്ല. ഞാൻ ഓടി നടന്ന് പത്രം കൊടുത്തിട്ട് പറഞ്ഞു ഇത് വെച്ച് പ്രാർത്ഥിക്കണം, കൃപാസന അമ്മ കൂടെ വരും. ഓട്ടോ ചേട്ടന്മാരുടെ കൈ കൊടുത്തിട്ട് പറയും ഇത് വണ്ടിയിലൊക്കെ വെക്കണം, അപകടമൊന്നും ഉണ്ടാകത്തില്ല. ഇത്രയൊക്കെ പറയാൻ എനിക്ക് അറിയത്തുള്ളൂ. എനിക്കിങ്ങനെ ഒത്തിരി ഇങ്ങനെ വചനം പ്രഘോഷിച്ച് പറയാൻ എനിക്കറിയാം. അപ്പം ഞാൻ ഇത്രയൊക്കെ ഞാൻ ഓടി നടന്ന് എല്ലാവരോടും പറയും. ഞാൻ എന്നിട്ട് ആരോടൊക്കെ സംസാരിച്ചാലും കൃപാസന അമ്മയുടെ കാര്യം പറയാതെ ഞാൻ അവരെ വിടത്തില്ല. അങ്ങനെ ഇത്രയേറെ ഞാൻ ദൈവത്തോട് അടുത്തതുകൊണ്ട് എനിക്ക് മാതാവ് ഇത്രയും വലിയൊരു റിസൾട്ട് നൽകി അനുഗ്രഹിച്ചു. 2ാമത്തെ കാര്യം, ഞാനിപ്പോഴും ഒരു ഫോൺ അഡിക്റ്റാണ്. രാത്രി ഉറങ്ങുന്നതിന് മുന്നേ ഫോൺ ഇങ്ങനെ നോക്കി 1 മണി 2 മണി ആകുമ്പോഴത്തേക്കും നിർത്തും. എന്താണ് എനിക്കും അറിയത്തില്ല, എന്തൊക്കെയോ ഡാൻസും പാട്ടും ഇതൊക്കെ തന്നെ. പക്ഷേ ഞാൻ ഇപ്പോൾ ഫോൺ തുറക്കുന്നത് സാക്ഷ്യം കേൾക്കാൻ മാത്രമാണ്. എൻ്റെ ഫോൺ എന്നെ ആരെങ്കിലും വിളിച്ചാൽ പോലും ഞാനിപ്പോൾ അറിയാറില്ല. കാരണം എനിക്ക് സാക്ഷ്യം പറയാൻ കേൾക്കാൻ വേണ്ടി മാത്രമായിട്ടാണ് ഇപ്പോൾ ആ ഫോൺ ഞാൻ ഉപയോഗിക്കുന്നത്. അല്ലാതെ എനിക്കിപ്പോൾ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു അക്കൗണ്ട് അതൊന്നും എനിക്കതൊന്നും ഇപ്പം എനിക്ക് എന്താ പറയുക, മാതാവ് തന്ന ആ ഒരു അരൂപിൽ എനിക്കിപ്പോൾ അതൊന്നും എനിക്ക് ഏൽക്കുന്നില്ല. ഇപ്പം എനിക്ക് എപ്പോൾ കിട്ടിയാലും എനിക്കിപ്പോൾ പ്രാർത്ഥിക്കണം, ബൈബിൾ വായിക്കണം. ബൈബിൾ വായിക്കാതെ ഉറങ്ങിയ എന്തോ തെറ്റ് ചെയ്ത പോലെയാണ്. ഞാൻ ഇന്നലെ രാത്രിയും ബൈബിൾ വായിക്കാൻ ഇങ്ങനെ ഒത്തിരി ലേറ്റായി. പക്ഷേ ഞാൻ ഇല്ല, മാതാവിൻ്റെ മോട് പ്രാർത്ഥിച്ചിട്ടുള്ളതല്ലേ, ഉടമ്പടി എടുത്തല്ലേ, അപ്പോൾ ബൈബിൾ വായിക്കാതെ ഉറങ്ങാം. ഞാൻ 12:30 1 മണി വരെ ബൈബിൾ വായിച്ചു, എന്നിട്ട് ഞാൻ ഉറങ്ങിയത്. അപ്പം എനിക്ക് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത ഈ അനുഗ്രഹം എനിക്ക് എല്ലാവരോടും പറയണത്. ഈ അച്ഛൻ എന്നോട് പറഞ്ഞു നിങ്ങൾ ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ട് പറഞ്ഞു. പക്ഷേ എനിക്ക് അത്ര വരെ വെയിറ്റ് ചെയ്യാൻ വയ്യ. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്ന് ഇത് പറയുന്നത്. എനിക്ക് ഇത്രയും അനുഗ്രഹം തന്ന മാതാവിന് ഞാൻ 1000 നന്ദി പറയും. കാരുണ്യ പ്രവൃത്തിയിലായിട്ട് ഞാൻ വഴിയരികിൽ നിൽക്കുന്ന അപ്പച്ചമാർക്ക് എൻ്റെ കയ്യിലുള്ള എത്ര രൂപയാണ് ഞാൻ അവർക്ക് പൈസ കൊടുത്തായിരിക്കും. അപ്പം അവർ ചിലപ്പോഴൊക്കെ നമ്മൾ 50 രൂപ 100 രൂപയൊക്കെ കൊടുക്കുമ്പോൾ അവർ പറയും ഇത്രയും പൈസ എനിക്ക് എന്തിനാ എനിക്കറിയത്തില്ല എങ്ങനെ കാരുണ്യ പ്രവർത്തനം ചെയ്യണമെന്ന് എനിക്ക്. അപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ള പൈസ ഞാൻ ഇവർക്ക് ഇങ്ങനെ കൊടുക്കുകയോ, പിന്നെ ഞാൻ എല്ലാ മാസത്തെയും പത്രം ഇവിടുന്ന് മേടിച്ച് വിതരണം ചെയ്യുകയും ഇങ്ങനെയൊക്കെ പിന്നെ ഞാൻ അനാഥാലയത്തിൽ ആ മാസത്തിൽ ഒരിക്കലും അമ്മയായിട്ട് പോയി അരിയൊക്കെ കൊടുക്കുക. മീൻസ് അമ്മയായിരിക്കും കൂടുതലും ഇതിനൊക്കെ മുൻകൈ എടുക്കുന്നത്. ഞാൻ അമ്മയുടെ അതിന് കൂടെ പോവാറുണ്ട്. അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ കാരുണ്യ പ്രവർത്തികളൊക്കെ ചെയ്യാറ്. സാക്ഷ്യം വളരെ വ്യക്തമായിട്ട് വളരെ വിശദമായിട്ടും സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ വ്യക്തിപരമായിട്ട് അത്രയും സോളിഡായിട്ടൊരു അനുഭവം ഉണ്ടാകുമ്പോഴാണ് ഈ മകളിപ്പോൾ ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്നത്. ഇപ്പം റിസൾട്ട് എൻ്റെ അമ്മയും ഈ മകളും മാത്രമേ റിസൾട്ട് അറിഞ്ഞിട്ടുള്ളൂ. അപ്പം ആദ്യത്തെ 3 പ്രാവശ്യം ലഭിച്ച പരാജയത്തിൽ നിന്ന് ഈ മകൾ അല്ലെങ്കിൽ നമ്മുടെ ഉടമ്പടിയിൽ ആദ്യത്തെ അത് നമ്മുടെ കഴിവിനാലല്ല ദൈവത്തിൻ്റെ കൃപയാലാണെന്നുള്ള വലിയൊരു ആഴപ്പെടുത്തുന്ന ഒരു ബോധ്യം ഈ മകൾക്ക് ലഭിച്ചിട്ടുണ്ട്. അത് ആദ്യത്തെ ഉടമ്പടി സ്വാഭാവികമായിട്ടും അത്രയും ക്രമമായിട്ട് ചെയ്യാനായിട്ട് സാധിച്ചില്ല. പിന്നീട് ഇതിൽ പ്രാർത്ഥിച്ചൊരുങ്ങി കാര്യങ്ങൾ ചെയ്യാനായിട്ട് തുടങ്ങിയപ്പം ഇപ്പം സാക്ഷ്യങ്ങൾ ഒരുപാട് സഹായിച്ചു എന്ന് പറയുന്നു. അല്ലെങ്കിൽ സാക്ഷ്യം കേൾക്കുന്നതിൻ്റെ ഒരു വലിയൊരു അർത്ഥമുണ്ടെന്ന് നല്ല ബോധ്യമുണ്ട്. ഏറെ പ്രത്യേകിച്ച് ഒരു കുറേ 10-60-70 വയസ്സുള്ള ഒരാൾ ഞാൻ ഫുൾ ടൈം സാക്ഷ്യം കേൾക്കുകയാണ്, ഞാൻ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നില്ലെന്ന് പറയുന്നതും 10-20 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരി ജീവിതത്തിൽ സാക്ഷ്യം കേൾക്കാൻ മാത്രമാണ് ഞാൻ മൊബൈൽ ഉപയോഗിക്കുന്നത് പറയുന്നത് തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പം അത്രയും ഒരു ബോധ്യത്തിലേക്ക് ഈ പ്രാർത്ഥന ഒരു ചെറുപ്പത്തിലുള്ള ഒരാളെ കൊണ്ട് എത്തിക്കുവാനായിട്ട് സഹായിക്കുന്നുണ്ടെങ്കിൽ
അത് ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹം ഈ ഒരു പ്രാർത്ഥനയിലുണ്ടെന്നുള്ളതാണ്. അത് ഏറെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയാണ് ഇവിടെ അമ്മയും മകളും ഒക്കെ കൂടുതൽ ചൊല്ലിയതായിട്ടും പറയുന്നത്. അപ്പോൾ ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എന്തുകൊണ്ടാണ് പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത്, ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എന്താണുള്ളതെന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്കറിയാം. അത് ഈ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അനുഭവം സഭ അംഗീകരിക്കണം എന്നുള്ളതാണ്. ആ പ്രാർത്ഥിക്കുമ്പോൾ ശക്തിപ്പെടുന്ന അനുഭവം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവം ആ പ്രാർത്ഥനയുടെ കണ്ടന്റിനെ ആശീർവദിച്ചെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എൻ്റെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണമേ എന്ന് ഇനി ഒന്നും അറിയത്തില്ലെങ്കിൽ അത് തന്നെ പ്രാർത്ഥിക്കാൻ പറയുന്നത്. ഇവിടെ നടക്കുന്ന സാക്ഷ്യങ്ങളൊക്കെയും ഈ ഇടത്തിൻ്റെ ഭാഗമായിട്ട് തെളിവെടുപ്പല്ല. ഇത് നമ്മളിങ്ങനെ ശേഖരിച്ച് വെക്കുന്നതും ഈ അൾത്താര ഒരു ദിവസം ലൂർദും ഫാത്തിമയും പോലെ ലോകമെമ്പാടും അറിയപ്പെടുവാനായിട്ടുള്ള അത്ഭുതങ്ങളുടെ ഒരു കലവറയായിട്ട് സഭ അംഗീകരിക്കണമെങ്കിൽ തെളിവുകൾ ആവശ്യമാണ്. ഒരു വിശുദ്ധനാകുക എന്നുള്ള പറയുന്നത് പോലെ പ്രക്രിയ പോലെ തന്നെ ഒരുപാട് വർഷങ്ങൾക്ക് ആവശ്യമുള്ളൊരു പ്രക്രിയയാണ് ഒരു പക്ഷേ. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് അതാണ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഇവിടുത്തെ പ്രത്യേകത. എല്ലായിടത്തും മാതാവുണ്ട്, എല്ലാം ഒരു മാതാവ് തന്നെയാണ്. പക്ഷേ മാതാവ് ഇവിടെ പറഞ്ഞിട്ടുള്ള മെസ്സേജുകൾ കൺഫേം ചെയ്ത് തരുന്നത് ഇവിടെ നടക്കുന്ന അടയാളങ്ങളാണ്. അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട യുക്തി. ലൂർദിലും ഫാത്തിമയിലും ഒക്കെ ഇതുപോലെ അടയാളങ്ങളിലൂടെ ആ ഇടത്തെ ദൈവം കൺഫേം ചെയ്യും ഇവിടെ ദൈവസാന്നിധ്യമുണ്ട് എന്ന്. നമുക്കിപ്പോൾ തന്നെ 10,000-ലധികം സാക്ഷ്യങ്ങൾ അത് പറയുന്നവരൊക്കെയും ജീവിതത്തിൻ്റെ എല്ലാ തുറയിൽ നിന്നുള്ളവരും മതത്തിൽ നിന്നുള്ളവരും പറയുന്നുണ്ട്. അപ്പോൾ വിശ്വാസത്തോടെ തുറവയോടെ കേൾക്കുമ്പം വിശ്വസിക്കുന്നതിലേറെ കാര്യങ്ങൾ ഇനി നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അതൊന്നും ഒരു പ്രശ്നമല്ല. ഇവിടെ പറയുന്ന വ്യക്തിക്ക് സോളിഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്. ഈ മകൾ പ്രാർത്ഥിക്കുമ്പം പറയാനുണ്ടല്ലോ, എനിക്ക് സാക്ഷ്യത്തിൽ കേട്ട പോലെ എനിക്ക് മാതാവിനെ പോലെ ഒരു പേരുള്ളൊരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു സ്ത്രീ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതുപോലെ അതേ പേരുള്ള ഒരാളെയൊക്കെ കിട്ടുക എന്ന് പറയുന്നത് അതൊരു വിശ്വാസത്തിൻ്റെ അനുഭവമാണ്. അത് അനുഭവത്തിലൂടെ കടന്നു പോകുന്നവർക്ക് മാത്രം മനസ്സിലാവുന്ന ഒന്നാണ്. ഒപ്പം അവസാനം വരെയും ദൈവം കൂടെ നിന്നുള്ള ഉറപ്പും നല്ല ബോധ്യമുണ്ട്. ആ ഉറപ്പും ബോധ്യം വരാൻ വേണ്ടി എന്താ ചെയ്തതെന്നും അത് ചെയ്തുകൊണ്ടാണെന്നുള്ള ബോധ്യമുണ്ട്. അതിൽ പ്രാർത്ഥനയും കുമ്പസാരവും വിശുദ്ധ ബലിയും ബൈബിൾ വായനയൊക്കെ ഉണ്ട്. അപ്പോൾ ബൈബിളിലും കുദാശകളിലൊക്കെ ഇതുപോലെ ഒരുപാട് ദൈവശക്തി ഉണ്ടെന്ന് ഒരു വ്യക്തി തിരിച്ചറിയുവാനായിട്ട് ഉടമ്പടി സഹായിക്കുന്നു. അതിനേക്കാൾ ഉപരി തിരിച്ചാണ് പറയേണ്ടത്, ഉടമ്പടി ഒരു വ്യക്തിയെ ഇതിൽ ശക്തിയുണ്ടെന്ന് മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഉടമ്പടിയുടെ ലക്ഷ്യവും ഇത് തന്നെയാണെന്ന് ഉടമ്പടി പുതുക്കി ഒരു 3-4 പുതുക്കെങ്കിലും ആകുമ്പം ഒരു പരിധിവരെ ആളുകൾ മനസ്സിലാക്കുന്നുണ്ട്. യഥാർത്ഥ ലക്ഷ്യം ദൈവത്തെങ്കിലേക്കുള്ള അടുപ്പമാണ്. നിയോഗങ്ങൾ ഇങ്ങനെ ഒന്ന് കഴിയുമ്പോൾ രണ്ടാമത്തത് പോലെ മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഈ മകളുടെ ഇനി മുൻപോട്ടുള്ള ജീവിതത്തിൽ പരിശുദ്ധ അമ്മ ഇനി ഒരുപാട് അടയാളങ്ങൾ കൊണ്ട് ഒരുപാട് പേർക്ക് ധൈര്യത്തിൽ സുവിശേഷം പ്രഘോഷിക്കാൻ തക്കവിധമുള്ള വലിയ ദൈവാനുഭവങ്ങൾ കൊണ്ട് നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നൽകിയ എല്ലാ അനുഭവങ്ങൾക്കും നമുക്ക്